സുഹൃത്തുക്കളെ, തളപതി തലവതി ഈ ഭൂലോകത്ത് മാറ്റം വരാത്തതായി ഒന്നും തന്നെയില്ല. സർവോപരി വിരയിക്കുന്ന നക്ഷത്ര കൂട്ടം മുതൽ തമോഗർത്തത്തിൽ ഒളിച്ചിരിക്കുന്ന കീടാണ് വരെ നിരന്തരം പലവിധ ബാഹ്യ ആന്തരിക മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നു. എന്നാൽ മാറ്റങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന മതങ്ങൾ പോലെ മാനവർക്കിടയിൽ മസാല സിനിമകളുമായി കടന്നു വന്നവൻ ഇവൻ. മാറ്റമില്ലാത്തവൻ, മോന്തയിൽ വിനാഗിരി കുടിച്ച പോലത്തെ എക്സ്പ്രഷൻ എപ്പോഴും ഉള്ളവൻ. തനിക്കൊരു മാറ്റമില്ലോടോ. കാലം മാറുന്നതനുസരിച്ച് ഏതൊരു നടന്റെയും ഉത്തരവാദിത്തമാണ് മാറ്റങ്ങൾ അവരുടെ സിനിമകളിലും കൊണ്ടുവരേണ്ടത്. ഇവിടെ വിജയണ്ണ ഓടുന്ന കാളയ്ക്ക് 1/2 കിലോമീറ്റർ പുറകെയാണ്. പാസവും പ്രഹസനവും പൊട്ടാസ് തോക്കൂല്ലെങ്കിൽ അണ്ണ ഇല്ല. ഇടക്കാലത്ത് ഒരു ഡബിൾ ഷർട്ട് ബെൽ ബോട്ടം പാന്റ് വരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റി. പണ്ട് ഞാൻ ഓർക്കുന്നു കുറച്ച് സ്റ്റൈലിഷ് ആവുക മൂട്ടി ഒന്ന് മാറ്റിയത്. അതിലും ഭേദം ഇത് തന്നെ. വിജയ് ഫാൻസെ കൊണ്ട് ഈ കണ്ടമ്പോഴേ ഓടിക്കോ വലിച്ച് കീറും ഞാൻ. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. തലച്ചോറ് രുചി അച്ചാരം ഉപ്പിലിട്ട് ഒരു അസാധാരണ വിജയ് ഫാനായി നിങ്ങൾ ഈ പടം കണ്ടാൽ കോരി തെരിപ്പിക്കുന്ന രോമാഞ്ചം കുളിക്കുന്ന 1001 സീൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. പടം തുടങ്ങുന്നത് അങ്ങ് ജമ്മു കാശ്മീരിലാണ്. വിജയന്റെ ഓഫ്കോഴ്സ് രക്ഷകനായ റോ ഏജന്റ്. ഇതല്ലെന്ന്, ഇത് ഈ റോയൊക്കെ മേജറി പോലും കണ്ടുണ്ടല്ലോ സിനിമാക്കാർക്കിടയിൽ. നീ കാര്യം പറയണ കൊണക്കാതെ. ഓക്കെ, നിങ്ങൾ ഈ കുട്ടിയെ ഓർത്തു വെച്ചു. ഈ കുട്ടിയാണ് പടത്തിന്റെ ത്രെഡ്. അങ്ങനെ കാശ്മീരിൽ നിൽക്കുമ്പോൾ വിജയ് അണ്ണന് ഒരു കോള് വരും. അതായത് അണ്ണ അവിടെ ഒരു കൊടും ഭീകരവാദിയായി ഉമർ ഫാറൂഖിനെ പിടിക്കാനാണ് അങ്ങോട്ട് കയറി ചെന്ന. അങ്ങോട്ട് ഇപ്പൊ കയറി ചെന്ന അവിടെയുള്ള തീവ്രവാദികൾ എല്ലാവരും മൂലം കുത്തി കണ്ടിട്ട് വിടുമെന്ന് പെണ്ണുമ്പിള്ള വിളിച്ചു പറയും ഫോണിൽ. പെണ്ണുമ്പിള്ള ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് വിജയ് അണ്ണൻ. ഓട്ട നിലയ്ക്കാത്ത ചോരയും ബീറ്റ് ചെയ്യുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് കടവുലാളെ കൂടെ തടുപ്പ മുടിയാതെ വിജയ് അണ്ണനാ. വിളിച്ചു പറഞ്ഞ പെണ്ണുമ്പിള്ളയോട് വെച്ച കാലം മുന്നോട്ട് ചവച്ചുടങ്ങി ഇറക്കണമെന്ന ഡയലോഗ് അടിച്ച് ഒറ്റയ്ക്ക് അങ്ങ് ചെന്ന് കയറി കൊടുക്കും ടെറസിന്റെ അടുത്തോട്ട്. ഇനി അങ്ങോട്ടുള്ള സീൻ എന്നൊക്കെ പറഞ്ഞ വിജയണ്ണ തന്നെ സിനിമ കണ്ടിട്ട് പറഞ്ഞെന്ന് ലേശം ലോജിക്കാവാം. AK-47 തോക്കോട്ടി നിൽക്കുന്ന തീവ്രവാദികളെടുത്ത് സ്വിഗ്ഗി ഡെലിവറി ചെയ്യാമെന്ന ലാഘവത്തോടെ അണ്ണ അങ്ങ് കയറി ചെല്ലും. അല്ല, അണ്ണത് എന്തിനാ ഒരു ബന്ധുരം നേരെ അവിടെ കയറി ചെന്നെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. കൊല്ലാനാണ് കിഴങ്ങി. എന്തിന് എല്ലാരും ചുമ്മാ വെടിവെച്ച് കൊല്ലാൻ? എന്തിനെന്ന്? അതും പോട്ടെ, അവിടെ നിൽക്കണ അവന്മാർ എന്തിനാണ് വെറുതെ ഇങ്ങോട്ട് കയറ്റി വിട്ടെങ്കിലാ. ശരി, ഇനി കുഞ്ഞമ്മയുടെ മക്കളൊക്കെ കളിപ്പാട്ടം എടുത്ത് വെക്കണ പോലെ സിഗ്നൽ ജാമാറൊക്കെ എടുത്ത് വെളിയിൽ വെക്കും. അത് കണ്ട അവിടെ തീവ്രവാദന്മാരെ അവിടെ വായും തുറന്ന് നിൽക്കണം. യവന്മാരൊക്കെ റിക്രൂട്ട് ചെയ്ത മെയിൻ തീവ്രവാദത്തിനെ ആദ്യം പിരിച്ചു വിടണം. ഓൺ ജാമർ വെച്ച് ഓഫ് ആയി ഈ സിഗ്നൽ ഉണ്ടാകുന്ന നോക്കണാണ് വിജയണ്ണൻ. അത് കേട്ടവിടെ അതനുസരിച്ച് ഒരു മൊണ്ണ തീവ്രവാദി. നെൽസന്റെ ഒക്കെ തലയ്ക്കകത്ത് കറിക്കുള്ള അത്ര വെള്ളം പോലില്ലെന്ന് തോന്നുന്നു. വിജയണ്ണനെ തീരെ പേടില്ല. തലയ്ക്ക് പുറകെ AK-47 വെച്ച തീവ്രവാദിനെ കൈയെണ്ണം പിറ്റാത്തക്ക് വെട്ടും. എന്നിട്ട് ഒറ്റയ്ക്ക് അവിടെ കിടന്ന അടികൂടി എല്ലാരെയും കൊല്ലും. ഈ 30 ബുള്ളറ്റ് വിടാൻ കഴിവുള്ള തോക്കുമ്പോ എന്തിനവന്മാർ അവിടെ നിർത്തിയേക്കണം? എന്തോരം കപ്പ കിഴങ്ങന്മാരുള്ളവന്മാരി. അണ്ണം വെടിയുണ്ടൾക്ക് നേരെ ഓടുന്നു, ചാടുന്നു, മാറുന്നു, മുണയ്ക്കുന്നു. ഒറ്റ വെടിയെങ്കിലും ഒറ്റ കുതിപ്പെങ്കിലും കുതിച്ച് അണ്ണന്റെ 7 അയലോകത്ത് പോലും വന്നില്ല. ഈയിടെ 10 കുരുടന്മാർക്ക് തോക്കെടുത്ത് വിട്ടാലും അവന്മാരെ നിരത്തിന്ന് വെടിവെച്ചാലും മിനിമം ഒരു 5 ഉണ്ടെങ്കിലും കൊണ്ടേനെ. മത്തങ്ങോളത്തെ കണ്ണും വെച്ചിട്ട് തൊലിയന്മാരുണ്ടാകണ്. എന്തായാലും ലോജിക്കിനെയും ഗാന്ധിജി അവന്മാർക്ക് ഇഷ്ടമല്ല. അല്ല ലോജിക്കിനെ ഇഷ്ടമല്ല, ഗാന്ധിജി ഇഷ്ടമാണ്. ചുമ്മാ ശേഷം അണ്ണൊരു വലിയ ബസൂക്ക എടുത്ത് ഒരു ജനലിന്റെ അവിടെ പോയി എയിം ചെയ്ത് നിൽക്കും. അപ്പൊ ഇതാണ് തീവ്രവാദി. ഇത് തീവ്രവാദി അല്ലാതെ തീവ്രവാദിയല്ല. ഇത് ഇത്ര ചെറുതെന്ത്? അല്ല, സിനിമയൊക്കെ ഒരു 6 അടി പൊക്കോക്കുള്ള കണ്ണിൽ സുറുമയൊക്കെ വരച്ച ആളല്ലേ തീവ്രവാദി. ഏത്? പക്ഷെ അതിന് നെൽസനെ സമ്മതിക്കണം. നെൽസൺ പക്ഷെ കൺവെൻഷണൽ തിങ്സിനെയൊക്കെ പാടി ആട്ടി ഓടിച്ച് പെട്ടെന്നാണ് അവരുടെ ടെസ്റ്റ്. നേരത്തെ ഞാൻ ഒരു കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചി സ്ഫോടനത്തിൽ മരിക്കും. ആ കൊച്ചിന് ആദ്യം വിജയണം ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ആ ബലൂണാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അങ്ങനെയാണ് വിജയണം മനസ്സിലാക്കണം ആ കൊച്ചവിടെ മയ്യത്തായെന്ന്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു മരിക്കണത് വിജയണ്ണ എയിം ചെയ്ത് നിൽക്കില്ല. അപ്പൊ വിജയണ്ണ കണക്റ്റഡ് ആണ് വേറെ ഏജന്റുമാരുമായിട്ട്. അവന്മാർ നൈസായിട്ട് വിജയണ്ണനെ ഒപ്പിക്കും. ആ പരിസരത്തൊന്നും ആരുമില്ല, ധൈര്യമായിട്ട് നീ വിട്ടോന്ന് പറയും. ചതിയാണെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് രാപ്പണി നിർത്തും. അല്ല, ഇതൊന്നും അല്ല. അണ്ണൻ രാപ്പണിയൊക്കെ നിർത്തിയിട്ട് പൂജ ഹെഡ്സിന്റെ കൂടെ ഇതൊക്കെ കളിച്ച് നടക്കും. അപ്പൊ ഇടയ്ക്ക് വെച്ച് വേറെ ക്രിഞ്ച് സീനൊക്കെ ഉണ്ട്. അന്ന് ഇവിടെ കാണിക്കില്ല, പ്രസക്തി ഇല്ല. 90 കിലോ ഒക്കെ കാർഡ്ബോർഡ് പൊക്കി എടുക്കുന്ന പോലെയല്ലേ അണ്ണൻ പൊക്കിയ. ഒരു സാധനം എടുത്ത പോലെ തിരിച്ചു വയ്ക്കാനും പറയാൻ കേട്ടാ. അങ്ങനെ ഇരിക്കും എവിടെയോ കാറ്ററിംഗ് വർക്കിന് പോകാൻ കോട്ടും സൂട്ടും ഇട്ടിരുന്ന വിജയണ്ണൻ ഒരു മാള് വിളിച്ചോണ്ട് പോകും. ഇനി ബാക്കി കഥ മൊത്തം ഇവിടെയാണ്. മാസം ഇടയ്ക്ക് ഒരു 10-30 തീവ്രവാദികൾ ഇങ്ങ് തമിഴ്നാട്ടിൽ വന്ന് ഈ മാൾ അങ്ങ് ഹൈജാക്ക് ചെയ്ത് എല്ലാരും ഹോസ്റ്റേജ് ആക്കും. ഇതിൽ ഇവന്മാരുണ്ട്. മീൻവെയിൽ തീവ്രവാദികളെ എല്ലാരെയും പിടിച്ച് നിരത്തിയിരുത്തും. തീവ്രപ്രതികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ISS ആണ്. പക്ഷെ വിജയണ്ണനും പിള്ളേരും തന്ത്രപരമായി രക്ഷപ്പെട്ട് അവിടെ നിന്ന് വേറെ വിളിച്ചിരിക്കും.
അങ്ങനെയാണ് പടത്തിന്റെ ഗതി മാറുന്നത്. വിജയണ്ണന് താണ്ഡവം കാണിക്കാൻ ഇനി ഏത് മൂഡ് ഫാൻ മൂഡ് പടം ഉടങ്ങിയത് എന്ന് പറയും പോലെ വിജയണ്ണ ഒറ്റയ്ക്ക് ഐ റിപ്പീറ്റ് വിജയണ്ണ ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങ് പാകിസ്ഥാൻ വരെ ഫൈറ്റർ ജെറ്റ് വരെയൊക്കെ ഇട്ട് അല്ല ഫൈറ്റർ ജെറ്റ് ഒക്കെ എടുത്തോണ്ട് പോയി തീവ്രവാദിനെ ഒറ്റയ്ക്ക് കൊല്ലുന്ന സീനൊക്കെ ഉണ്ട്. നീ ഈ വിജയണ്ണുള്ള സിനിമയിൽ എന്തോരം ആർട്ടിസ്റ്റുകളെ കുറയ്ക്കാം, പ്രൊഡ്യൂസർക്ക് എന്തോരം ലാഭം. വിജയണ്ണ ഒറ്റയ്ക്ക് അഭിനയിച്ച ഒരു 1000 പേര് അഭിനയിച്ച തുല്യമാണ്. അല്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇത്തരം പ്രതിഫലം വാങ്ങണം. ശരി, അപ്പൊ ഒളിച്ചിരിക്കുന്ന വിജയണ്ണന്റെ കൊച്ചുള്ളൊരു ശബ്ദം എവിടെന്നെങ്കിലും കേട്ട അപ്പൊ ഒച്ചപ്പെടാൻ തിളകും. അതുവരെ ആര് ചെത്താലും പുണ്ണാക്കെന്ന് പറഞ്ഞ വിജയണ്ണൻ ശബ്ദം കേട്ടിടന്നേ അങ്ങ് ഡിസിഷൻ എടുക്കും, ഈ നായിന്റെ മക്കളെ എല്ലാരും കൊല്ലണം. അല്ല കൊച്ചുകളെ കരച്ചിലിട്ട വിജയണ്ണന് സൈക്കിൾ. ഇതിന് മുന്നേ ഒരു തന്തര നെഞ്ചത്ത് വിജയണ്ണൻ ചവിട്ടി സീനൊക്കെ ഉണ്ട്. അല്ല അതവന് വേണം. വിജയണ്ണ ഇതിനകത്തുള്ളത് എങ്ങനെയോ മഷിയിട്ട് കണ്ടുപിടിച്ച് രക്ഷാപ്രവർത്തന ടീം അണ്ണനെ വിളിച്ച് കെഞ്ചു വിജയണ്ണ മുട്ടിയാതെന്നങ്ങ് പറയും. അതിന്റെ ഇടയ്ക്കാണ് കൊച്ചിന്റെ ഒച്ച കേട്ട് അണ്ണ ഒച്ചുപോലെ വന്ന് ഒച്ച കേൾപ്പിക്കാതെ ഒരു മൊച്ചനെ തച്ച് കൊല്ലുന്നത്. ഇതേ സമയം താഴെ മിനിസ്റ്ററും രക്ഷാപ്രവർത്തകരും തമ്മിൽ തർക്കമാണ്. സംഭവം മറ്റേ കൊള്ളയില്ലേ ചെറുത്, അവൻ ഇറക്കി വിട്ടു കൊടുക്കണമെന്ന്. അല്ലാതെ വേറെ വഴിയില്ലാതെ മിനിസ്റ്ററും അല്ല അകത്ത് വീരരാഘവം കൊണ്ട് അവനെ കൺവിൻസ് ചെയ്യിക്കാമെന്ന് ഇയാളും. അപ്പോഴാണ് പെട്ടെന്ന് അവരെ മുന്നിൽ ഒരു തല കാക്ക കൊത്തിക്കൊണ്ടെങ്കിലും സോറി ഡേസ് അത് കാക്ക കൊത്തിക്കൊണ്ടിട്ടല്ല പിറ്റാത്തേക്ക് അണ്ണൻ കണ്ടിച്ചെറിഞ്ഞാണ്. അല്ല അത് എങ്ങനെയാ കറക്റ്റ് ഡയറക്ഷൻ നോക്കി മൂത്രം ഒഴിച്ച പോലെ തല ഇത്രയും ദൂരം വെട്ടി ഇവിടെ തന്നെ കൊണ്ടിട്ടത്. ഇതൊക്കെ വിജയണ്ണനെ കൊണ്ടേ പറ്റും. ഇനിയാണ് നമ്മുടെ മാഡ് സ്റ്റാർ ഷൈൻ ടോം ചാക്കോ വരുന്നത്. പുള്ളിക്കാരെ ഗതികോട് കൊണ്ട് തീവ്രവാദിയായ ഒരാളാണ്. ബേസിക്കലി ഹീസ് വെരി ഡീസന്റ്. സ്വന്തം മോനെ രക്ഷിക്കാനുള്ള കാശിനെ സ്വയം വരെ തീവ്രവാദിയാണ് ഇയാൾ. വിജയൻ എങ്ങനെ 7 മടക്കി സൈക്കിൾ ട്യൂബ് കെട്ടി വിറവ് കെട്ടി എടുത്തുകൊണ്ട് പോണ പോലെ നിസ്സാരമായി കൊണ്ടുപോയി കെട്ടിയിടും. അപ്പോഴാണ് ആ കൂതറക്കാതെ മൊത്തം വാരി വിതരണാണ്. ശരി, അങ്ങനെയെങ്കിൽ നമുക്കൊരു ഡീല് വെക്കാം. തീവ്രവാദികളെ തുലയ്ക്കാൻ നീ സഹായിച്ചാ നിന്നെ ഞാൻ രക്ഷിക്കാം, നിന്റെ മകനെ രക്ഷിക്കാം. കേട്ട പതി കേൾക്കാത്ത പതി ടോം ഇത് സമ്മതിച്ച് തോക്ക് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തും. പിന്നെ അണ്ണന്റെ ഷോ ആണ് ഫുള്ള്. വന്ന് നടന്നു പോകുന്നവരെ കൊല്ലുന്നു, തിരിഞ്ഞു നിൽക്കുന്നവരെ കൊല്ലുന്നു, കിടന്നിരുന്ന് തൊലിഞ്ഞു ഒക്കെ അണ്ണ എല്ലാരെയും കൊല്ലും. അങ്ങനെ അണ്ണ ഒടുക്കം മെയിൻ തീവ്രവാദിയുടെ റൂം വരെ എത്തി എല്ലാരും അവിടെ കൊന്നു വെച്ചിട്ട് തീവ്രവാദിയുടെ റൂം മൊത്തം ബോംബിട്ട് പൊട്ടിച്ച് നശിപ്പിക്കും. പക്ഷേ തീവ്രവാദ ഒരു ഫ്രിഡ്ജിനകത്ത് കയറിയത് രക്ഷപ്പെടും. പിന്നെ ഇതൊക്കെ ഞൊടിയോടെ സംഭവിക്കുന്നുണ്ട് പടത്തിന് ലാഗില്ല. അതിന്റെ ഇടയിൽ ആനമേക്ക് യോഗി ബാബു മറ്റേ മുന്നേയും കൂടി എന്തൊക്കെയോ തൂങ്ങി കിടന്ന് കോമഡി കാണിക്കുന്നുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് നീങ്ങളാ മുടക്ക വണ്ണ. ഇനി ഒരു മാരക സീനുണ്ട്. ആ മിനിസ്റ്ററുടെ മോളും ഭാര്യ അതിനകത്തുണ്ട്. അവരെ വെളിവിടുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്. ആ സമയം വിജയണ്ണ ഒരു കിളിപ്പച്ച മിനി കൂപ്പർ എടുത്തോണ്ട് വന്ന് കാണിക്കണ അവരകത്തിന് കയ്യുമില്ല കണക്കുമില്ല. നിങ്ങളത് കണ്ടുനോക്കിയാണ്. ഒരു ഫ്ലോറിൽ നിന്ന് മറ്റേ ഫ്ലോറിലോട്ട് BGM ഇട്ട് ചാടണം. ടാർസം പോലും വള്ളി തൂങ്ങി ഇത്രയും ദൂരം ചാടി കാണൂല. ഇനി കാഞ്ഞ ബുദ്ധിയുള്ള വിജയണ്ണ ഇവരെ കാരക്കറ്റി കൊണ്ട് പോയത് എന്തിനാണ്? വിജയണ്ണന്റെ പ്ലാൻ ബി. അണ്ണൻ ബംഗ്ലാദേശി ആണെന്ന് ഉമർ പാര ഊക്കനെ റിലീസ് ചെയ്ത അണ്ണൻ സ്വയം എല്ലാരും കൊല്ലുമെന്നും ഇൻക്ലൂഡിംഗ് കാരണം ഉമർ ഫാറൂഖ് പുറത്തുനിന്ന ബംഗ്ലാദേശിന് ആപത്താണത്രേ. എല്ലാവരും കൺഫ്യൂസ് ആക്കി. തീവ്രവാദിക്ക് കൺഫ്യൂഷൻ അടിച്ച് പണ്ടരടങ്ങി. പക്ഷെ നമുക്കറിയില്ല അണ്ണ ഒരു ട്രൂ ഇന്ത്യൻ ആണെന്ന്. എന്നൊരു സീനുണ്ടടേ. മെഷീൻ ഗണ്ണ് വെച്ച് അണ്ണനെ വെടി വെക്കുമ്പോ അണ്ണൊരു ഷോർട്ട് ഗണ്ണ് എടുത്തോണ്ട് വന്ന് 2 പലകയും ഫ്രണ്ടിൽ വെച്ച് ഒരു ഷോ ഉണ്ട്. തമ്പുരാനെ ആ ഡയറക്ടറിനെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് തോന്നിയ പുലി. ഒരു മോശമായ ഡയറക്ടർ, ഒരു മൊണ്ണ അണ്ണനും. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ഏതോ മൂലയ്ക്ക് നിൽക്കുന്ന മണ്ട പോയി തെങ്ങുന്ന ഒരു തേങ്ങ ഒരുത്തിന് തലയിൽ വീഴ ഇതിനേക്കാൾ ചാൻസ് ഉണ്ട്. ഒരൊറ്റ ഉണ്ട അണ്ണന്റെ ഉണ്ടയുടെ ഇടയിൽ കൂടെ പോലും പോയില്ല. ഉന്നയില്ലാത്ത പന്നകൾ. നിനക്കൊക്കെ എങ്ങനെയാ പെണ്ണിടണ പന്നകളെ? ഇനി ഇതൊക്കെ കഴിഞ്ഞ് വിജയണ്ണന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയാത്ത തീവ്രവാദി. ഇതാണ് തീവ്രവാദി. ഇത് കണ്ട കരിക്കോട്ടുകാരനെ പോലെ ഉണ്ടല്ലോ. എനിവേ അടയറോ പറഞ്ഞു അങ്ങനെ കൂട്ടാളികളെ തിരിച്ചു കൊടുക്കണം. 30 ഹോസ്റ്റേജിനെ തരാമെന്നും പറഞ്ഞു ഡീലും അങ്ങ് ഉറപ്പിക്കും. പക്ഷെങ്കിൽ ആ പരിപാടിയൊക്കെ പൊളിയും. ദാണ്ട ഈ മുതുക്ക് എഴുത അന്ന ബംഗാളിയൊന്നുമല്ല, ഇന്ത്യക്കാരനാണ്. നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തൻ നിങ്ങളെ ഉസ്തിക്കുവാണെന്നുള്ള എല്ലാ സത്യവും 30 ഹോസ്റ്റേഴ്സിന്റെ കൂടെ പുറത്തുനിന്ന് തീവ്ര മുണ്ടെടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതും കേട്ട് വെന്റിലേഷൻ വഴി എഴഞ്ഞ് അകത്ത് പോയി മാഡ് സ്റ്റാറിനെ പിടിച്ച് കുണിച്ചിരുത്തി ചോദിക്കും, ചതിച്ചല്ലോടാ നീ. എന്നിട്ട് ടോമിന്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ല ഉത്തരവിടും. അപ്പൊ മരമ്പട്ടുകാരന്റെ മഴ കൊണ്ടുവന്ന ജലദേവതയെ പോലെ വിജയണ്ണങ്ങ് പ്രത്യക്ഷപ്പെടും. വിജയണ്ണന്റെ വാക്കും പഴയ ചാക്ക് ഒരുപോലെയാണ്. അവിടെ പ്രത്യക്ഷപ്പെട്ട വിജയണ്ണൻ തീവ്രവാദിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം കയറി ഭീഷണിപ്പെടുത്തും. ടോമിനെയും കൊച്ചിനെയും വീട്ടിലേക്ക് നിന്നെ കൊല്ലും, നിന്റെ തന്തേനെയും കൊല്ലും. ഇനി വിട്ട ഞാൻ ഈ കിടിലോയ ഞാൻ അങ്ങ് സറണ്ടർ ചെയ്യും. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. വെറുതെ എന്തിനൊരു പ്രശ്നോ എന്നും പറഞ്ഞ് തീവ്രവാദി അതൊക്കെ സംഭവിക്കും. അതിന്റെ ഇടയിൽ കൂടെ കഴപ്പൂത്ത മിനിസ്റ്റർ ഫണ്ട് അതിനകത്ത് കയറി ചെല്ലും. എന്തിനാണെന്നോ ഇവൻ വന്ന് പെരും കള്ളൻ. ഇവനാണ് ഇത് മൊത്തം പ്ലാൻ ചെയ്യണ തീവ്രവാദിയുടെ ദോസ്ത്. മീൻവൈൽ തീവ്രവാദികൾ വിജയണ്ണ കെട്ടി ഇരുത്തിയിട്ട് ഇടിക്കും. നെറ്റിയിൽ സ്റ്റീല് പിച്ചാത്തി പിടിവെച്ച് ഇടിച്ചിട്ട് ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞില്ല. എന്താണ് തലയിൽ അടമാന്തിയോ? ഒണ്ണന് ഇതൊക്കെ ചെറിയ വേദനയുള്ളൂ. അണ്ണൻ
വന്ന് എങ്ങനെ നടന്നു രക്ഷപ്പെടുന്നതെന്നല്ലേ. മുഖത്ത് വെക്കുന്ന കണ്ണാടി ചില്ല് വെച്ച് പ്ലാസ്റ്റിക് കയർ അറുത്ത് രക്ഷപ്പെടും. ഇതിന്റെ ഇടയിൽ കുറെ ക്രിഞ്ച് സീനൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിക്കണില്ല, കാണിച്ച ആസിഡോട്ട് ചാവാൻ തോന്നും. പഴം പോലും കണ്ടിച്ചാൽ മുറിയാതെ കണ്ണാടി ചില്ലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നോ സാധിക്കണം എന്റെ ഭർത്താവേ. ശേഷം അവിടെ കിടന്നാണ് ഒരു സ്കേറ്റിംഗ് യുദ്ധമുണ്ട്. കാല് വേറെ ആരുടെ തലാണ്. അല്ലാതെ ചെയ്തിരുന്നെങ്കിൽ 4 ഫ്രണ്ടിലെ പല്ല് പോയനെ. അതേസമയം അകത്താ തീവ്രവാദി ഒരു മുതുക്ക് ബോംബ് വെച്ച് പൊട്ടിത്തെറിക്കാൻ തീരുമാനിക്കും. തീവ്രവാദി മരിച്ച ഹോറുകളെ സ്വർഗവും കിട്ടും. മിനിസ്റ്റർ സൈഡിൽ ഇപ്പോണ്ട് അങ്ങേര് ചത്താ കിട്ടും ഉണ്ടാ. അതുകൊണ്ട് അങ്ങേര് നീ സമ്മതിക്കൂല. അവിടെ കിടന്ന് അടികൂടും. അപ്പൊ അവിടെ വിജയണ്ണ മകൻ തീവ്രവാദിനെ കൈ പിറ്റാത്തേക്ക് വെട്ടും. അല്ല, തോക്ക് വെച്ച് വെടിവെച്ച് പൊട്ടിക്കും. എന്നിട്ട് സ്ലോ മോഷനിൽ തോക്കിറക്കി തീവ്രവാദിയെ വെടിവെച്ച് കൊല്ലും. തീർന്ന് ഇവിടെ തീർന്നെന്ന് കരുതുമ്പോ ആണ് സിനിമയുടെ അങ്ങേയറ്റ അവരത നിമിഷം വരുന്നത്. ഇതുപോലുള്ള ഒരു പണ്ടല് ഇനി ആരാലെയും പണ്ണ മുടിയാത്. സീൻ ഒരു തീവ്രവാദ ക്യാമ്പ്. മറ്റേ മെയിൻ മൂപ്പിലല്ലേ ഒസമ ബില്ലാതെ പകുതി വളർന്നത്. അങ്ങനെ കൊട്ടാരം വിജയണ്ണനെ തീർക്കണം എന്നും പറഞ്ഞ് നാക്ക് വായിക്കകത്ത് 2.5 സെന്റിമീറ്റർ പോയതും അടയുന്നൊരു വെടി. അണ്ണ അവിടെ എത്തി. അണ്ണ 2-3 മാസമായിട്ട് ഇവരെ കൂടെ ട്രെയിനിങ് ആണ് എന്തിന് വളരാത്ത ഒസമ ബില്ലാതെ തീർക്കാൻ. പഴയ മറ്റേ ബലൂൺ കൊച്ചിനെ കൊല്ലാൻ കാരണം ഈ ഫ്യൂറി അല്ലേ. വിജയണ്ണൻ വന്നതറിഞ്ഞ 1.5 ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോ ഒരു തുരങ്കത്തി വെച്ച് വിജയണ്ണ അവരെ എല്ലാരും കൊല്ലും. എന്നിട്ട് ലിറ്റിൽ ഒസമയെ വിറക് പോലെ കെട്ടി വരുന്ന ഒരു ഫൈറ്റർ ജെറ്റ് കയറ്റി ഈ ജെറ്റൊക്കെ എവിടെ നിന്ന് വന്നിരുന്നു തമ്പുരാനെ പോലും അറിഞ്ഞൂടാ. എന്നിട്ട് ആ ജെറ്റ് കയറ്റി പറക്കുമ്പോ ഇന്ത്യൻ ഫൈറ്റർ പ്ലെയിൻ പാകിസ്ഥാനിലൂടെ പോകുന്നു. അങ്ങനെ ഇപ്പൊ പറക്കണ്ട, ആക്രമിക്കാൻ അവനെന്നും പറഞ്ഞ് പാകിസ്ഥാൻ ടീമും കൂടാ. അണ്ണം വിടും. അണ്ണ ഇന്ത്യയെ വിളിച്ച് റാഫേലിന്റെ സഹായം ചോദിച്ച് അവരെല്ലാം കൂടി ഒരുമിച്ച് ആകാശത്ത് തീമഴ പെയ്യിക്കും. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ആകാശത്ത് 2000 കിലോമീറ്റർ കൂടെ പറക്കണ തൊട്ടപ്പുറത്തൂടെ പോയ ജെറ്റ് അണ്ണ ഇവിടെ നിന്ന് നോക്കി സലാം കാണിക്കും. എല്ലാം ഞാൻ സംഭവിക്കും. എന്നാൽ ഇത് എന്താണെന്നേ സലാമൊക്കെ പറയണ ഇതൊക്കെ എങ്ങനെ? അല്ലെങ്കിൽ ചീറ്റപ്പുലിയുടെ ചിറ്റപ്പുലെ ചിന്താമണി കൊലക്കേസുമായിട്ട് ഒരു ബന്ധവുമില്ലേ? അല്ല, എന്റെ കിളിയൊക്കെ പോയടേ ഇത് കണ്ട് എന്ത് ചെയ്യാൻ. എന്തായാലും മതി. ഇനി ഒരു അംഗത്തിന് എന്റെ ശരീരത്തിന് ഊർജ്ജമില്ല. തൽക്കാലത്തേക്ക് വിടാ. എന്തായാലും എന്റെ തമിഴ്, മലയാളം, മറാഠ, ബംഗാളം, മഹാരാഷ്ട്ര മക്കളെ മറന്നേക്കാം. ഈ പടം മനസ്സിൽ വെക്കരുത്. മനോവിഭ്രാന്തി ഉണ്ടാകും. മോൻ പോട്ടെയപ്പോ ഇനി മിനിഞ്ഞാന്ന് കാണാം. വണക്കം. സുഹൃതേരെ, ലോകേഷന് നമോവാനം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ആരടാ നീ? ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് സിനിമയെ പറ്റി പറയേണ്ടതില്ലല്ലോ. റിവ്യൂ മുതൽ ഇങ്ങ് റോസ്റ്റ് വരെ ഒരു മുഴുനീള പടക്കമായിരുന്നു ഈ പടം. ലോകേഷിന്റെ കരിയറിലെ ആദ്യത്തെ ഫ്ലോപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് അങ്ങനെയാത്ത ഫ്ലോപ്പ്. ഇതിന് മുന്നേ ഇറങ്ങിയ ലിയോ ഒരു കുഴപ്പമില്ലാത്ത സിനിമയും, വിക്രം അതിനേക്കാളും കുറച്ചുകൂടി ഒരു കുഴപ്പമില്ലാത്ത സിനിമയും, ഖൈദിയും മാസ്റ്ററും ഒക്കെ കൊള്ളാവുന്ന സിനിമകളുമായിരുന്നു. ലോകേഷ് അണഞ്ഞ തള്ളില്ലായിരുന്നെങ്കിൽ പിന്നെ കിങ് നാഗാർജുനന്റെ വക വേറൊരു സാധനവും. 1 കൂലി equal to 100 ഭാഷാസ്. ഞാൻ ഈ പടത്തിന്റെ കഥയൊന്നും ആധികാരികമായി പറയുന്നില്ല. എന്റേതായ രീതിയിൽ ഞാൻ ഈ സിനിമയൊന്ന് അവലംബിക്കാം. സോ ഗൈസ്, പടം ആരംഭിക്കുമ്പോൾ ദേ ഈ അണ്ണനെ സൗബിന്റെ ഗ്യാങ്ങിലേക്ക് നുഴഞ്ഞു കയറിയ പോലീസാണെന്നും പറഞ്ഞ് തൂക്കിക്കൊല്ലും. ദേണ്ടേ, നമ്മൾ ഈ കാണുന്ന മാൻഷനാണ് നമ്മുടെ രജനീകാന്ത് സാറിന്റെ കിടപ്പാടം. ഇവിടെയാണ് അങ്ങനെ 19 ഗുണ്ടകളും താമസിക്കണം. ഇനി വേണ്ട ഈ റൂമിൽ ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, ഒരു കട്ടിൽ ഇട്ട് ഒരു മനുഷ്യ അതിനകത്ത് തപസ്സിരിപ്പുണ്ട്. 10-30 വർഷമായിട്ട് അങ്ങനെ അതിനകത്ത് തന്നെയാണ് തീറ്റയും കൂടിയൊക്കെ. വെളിയിറങ്ങൂല. ദീപാവലി 2 പടക്കം പൊട്ടിക്കാൻ പോലും അങ്ങനെ വെളിയിറങ്ങൂല. ഇച്ചിരി കാറ്റാ തീയാ കൊള്ളാൻ വേണ്ടി വെളിയിറങ്ങണമെങ്കിൽ അതിന് രജനീണ്ണ താഴെ ഒന്ന് വിസിലടിക്കണം. എന്തായാലും പടം കണ്ടവർക്ക് അത് മനസ്സിലാവും. രജനീണ്ണ വിസിലടിച്ചാൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങുള്ളൂ. ആ ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് തലേ കൂടെ വീണാലും അങ്ങനെ തന്നെ തന്നെ ഇരിക്കും. 10-30 വർഷമായിട്ട് അതിനകത്ത് ഒരു ഓഫ്ലൈനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു സമാധി പ്രിയൻ. ഇനി രജനീണ്ണന്റെ ഇതിനകത്ത് ഇൻട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാൻഷനൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം പന്നി വിട്ടുകാരനെ കൂടിയാണ് അങ്ങേരി. അല്ല, പന്നിയല്ല, അങ്ങനെ ഇറച്ചിയൊക്കെ വെട്ടി കൂട്ടിയിട്ടാണ് ഫസ്റ്റ് ഇൻട്രോ വിട്ട് കാണിക്കണം. കണ്ണിന്റെ സൈഡിലൊക്കെ വെള്ളം അടിച്ചില്ല, അങ്ങേർക്ക് തിമിരുണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഇതിൽ സത്യം പറഞ്ഞ രാജുണ്ട്. അങ്ങേര് ഇങ്ങനെ കൂട്ടുകാരനാണ്. അപ്പൊ അങ്ങേര് ചത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ ചൊല്ലേ. അപ്പൊ ഒരു കാര്യമില്ലാതെ ശ്രുതിഹാസനില്ലേ മോളിൽ ഇറങ്ങി പോടാ 91 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറക്കി വിടും. അല്ല കനകരാജണ്ണ, അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്ത് കാര്യത്തിലാണ് ഈ ശ്രുതിഹാസൻ ഇങ്ങനെ അടുത്ത് ദേഷ്യം? സിനിമയിൽ നിങ്ങൾ എവിടെ അത് പറയണേ ഇല്ലല്ലോ. ഈ സത്യം പറഞ്ഞ രാജു ഒരു മാഡ് സയന്റിസ്റ്റ് ആണ്. അങ്ങനെ ഒരു കുറിസി കണ്ടുപിടിക്കും. ഈ കുറിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചത്തുപോയ പട്ടീനെയും പൂച്ചനെയൊക്കെ എടുത്തിട്ട് അവരെ ശവം നമുക്ക് കത്തിച്ച് ചാമ്പലാക്കാം. ഞാൻ പറഞ്ഞ ഇതിന് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പാറ്റേൺ എടുത്തിട്ട് മൃണാലിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇത് കൊണ്ടുപോയി അങ്ങനെ റെസ്റ്റോറന്റ് വെച്ചിട്ട് ഈച്ച ശല്യവും കുറയ്ക്കും. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി പുതിയ ഡിവൈസ് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് പ്രമോഷനും ചെയ്തു തരും. അല്ല, ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്, ഈ ചത്ത പട്ടിക്കും പൂച്ചയ്ക്കും എന്തിനാ കസേര? കസേരയിലെ ആൾക്കാർ ഇരിക്കുകയല്ലേ ചെയ്യണത്? ഈ 4 കളി കിടന്ന പട്ടിയും പൂച്ചയൊക്കെ ചത്താകുമ്പോൾ ഞാനത് കയറി വന്നിരിക്കുവോ? കസേരയ്ക്കും പകരം വല്ല കൂടമാണ് കണ്ടുവച്ചിരുന്നെങ്കിൽ ചത്തതിന്റെ ബോഡി ആ കൂട്ടത്തിനകത്ത് ഇടിച്ച് അമ്മക്ക് ഇറക്കിയിട്ട് ഇലക്ട്രിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ലോജിക് ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ചത്ത പട്ടിനെയും പൂച്ചിനെ എടുത്ത് 4 കാലുവിനെ കവച്ചുവെച്ചിട്ട് മുതുക് ചാരി അതിനകത്ത് ഇരുത്തും. എടാ, എന്തിനാണ് അവർ കസേര? ഇനി ഇതിൽ ബാബുരാജ് ഉണ്ട്. 2 സീനേ ഉള്ളൂ, ഡയലോഗ് ഒന്നും ഇല്ല, ഡെത്ത് സ്റ്റാർ ആണ്. ഇനി ഇതാണ് സൈമൺ, മെയിൻ വില്ലൻ. 4,500 കോടി ആസ്തിയുള്ളവനാണ്. വലിയ ഡോണ്, സ്വന്തമായിട്ട് ഹാർബർ, സ്വർണ്ണ ബിസ്ക്കറ്റ്, സ്വർണ്ണ പല്ല്, ഗോൾഡ് വാച്ച്, ലക്ഷറി വാച്ച് കള്ളക്കടത്ത് ചെയ്യും. ഇതൊക്കെയാണ് പരിപാടി. ഭയങ്കര പണക്കാരനാണ്. പക്ഷേ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ആ ബോഡി ഇവിടെ കളയണമെന്ന് പറഞ്ഞൂടാ. ഇവിടെ അട്ടപ്പാടിയിൽ ഒരു 5000 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് ആ കാട്ടിൽ നിന്ന് ഒരു 5 കടുവേനെ
കടുവേനെ വാങ്ങിച്ച് അതിനകത്തോട്ട് വളർത്തണം. ഈ ബോഡി എല്ലാം കൂടി ആ കടുവയ്ക്ക് തിന്നാൻ കൊടുത്താൽ പോരെ? ഞാൻ ഈ പറഞ്ഞതിൽ പോലും കുറച്ചുകൂടി ലോജിക്കില്ല. അത്ര പോലും ലോജിക്കില്ലാതെയാണ് ഇവന്മാർ ഓരോ കാര്യങ്ങൾ ഈ സിനിമ ചെയ്ത് വെച്ചേക്കണം. ഈ ബോഡിയൊക്കെ ഹാർബറിൽ കല്ല് കെട്ടി താത്തിയ പോരെന്ന് എല്ലാരും പറയും. പക്ഷെ അങ്ങനല്ല. എത്ര ബോഡി നമ്മൾ കല്ല് കെട്ടി താഴ്ത്തും. അപ്പൊ ചിലർ ഒരിക്കും ആസിഡിലിട്ട് ഉരുക്കിയ പോരെ? അതിപ്പോ ആരെങ്കിലും കൈ പൊള്ളിയാല. ഞാൻ പറഞ്ഞു ദാ ജോൺ വിക്കിലെ ഇവന്മാരെ വിളിച്ചാ പോരെ. Good to see you, John. Charlie. ഇരു ചെവി അറിയാതെ അവന്മാരത് ഒഴിവാക്കി തരൂലേ? ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ കയ്യില്. തന്റെ കണ്ടുപിടുത്ത ഗവൺമെന്റ് പുച്ഛിച്ച് പറഞ്ഞു വിട്ടത് കാരണോ? പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുള്ളത് കാരണോ? എങ്ങനെയോ നമ്മുടെ നാഗരാജു ഇയാളെ കണ്ടുപിടിച്ച ചെയർ അങ്ങേരുന്നങ്ങ് വാങ്ങിച്ചിട്ട് ഓരോ ബോഡിക്കും കുറച്ച് പൈസ വെച്ചാൽ കൊടുക്കും. എന്നിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ ഇട്ട് ബോഡി എല്ലാം അങ്ങ് കരിച്ചു കളയാൻ പറയും. ഇതായിരുന്നു അങ്ങേരെ പണി. അതങ്ങനെ തകർത്തിയെ നടന്നുകൊണ്ടിരിപ്പയാണ് സത്യം പറഞ്ഞ രാജു വടിയായി പോണ. അപ്പൊ പെട്ടെന്ന് സൗബിന് മനസ്സിലാവും അങ്ങേർക്ക് ഒരു മോളുണ്ടല്ലോ, മോൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാറായിരിക്കും. അവളെ പോയി പെട്ടെന്ന് പൊക്കിക്കൊണ്ടുവരാൻ പറയും. അങ്ങനെ അവളെ ഹോസ്റ്റലിലെ കുറെ ഗുണ്ടകൾ കയറി ചെല്ലുമ്പം ഈ ഹോസ്റ്റലിനകത്ത് ഫൈറ്റിന് ശേഷം ഇവർ രണ്ടും കൂടെ സൗബിന്റെ അടുത്ത് നിന്നിട്ട് പറയും നമ്മൾ രണ്ടുപേരും അയാളുടെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് വേണ്ട പണിയൊക്കെ ചെയ്ത് ബോഡിയൊക്കെ കത്തിച്ച് നമ്മൾ ഇവിടെയും കൂടാൻ പറയും. മനസ്സിലിപ്പോ എന്താണെന്ന് അറിയാമോ? സത്യം പറഞ്ഞ രാജിനെ ആരാണ് കൊന്നതെന്ന് നമ്മളെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണം. അങ്ങനെ അവരവിടെ സുഖമായിട്ട് പൈസ കൊണ്ടാക്കി ബോഡിയെ കത്തിച്ച് കൊന്ന് സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് ഈ പാട്ടിന്റെ പ്ലേസ്മെന്റ് ഉണ്ടല്ലോ ഈ സിനിമയിൽ. എന്താണ് സന്ദർഭം എന്ന് അറിയാമോ? ഈ സൗബിന്റെ ഗ്യാങ്ങിനകത്ത് ഒരു പോലീസുകാരുണ്ട്, ആരെ ഒറ്റ കൊടുക്കുന്നുണ്ട്. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി കലിപ്പിൽ വരെയാണ് കേട്ടോ സൗബിൻ. പെട്ടെന്ന് ആ ഗുണ്ടകളുടെ വിള നിലയമായ ഹാർബറിനകത്ത് ഒരു കസ്റ്റം ഉദ്യോഗസ്ഥന്റെ എൻഗേജ്മെന്റ് എന്ന്. അതാണ് ഈ മോണിക്ക. കലിപ്പിൽ വന്ന് സൗബിൻ ഇതൊക്കെ കണ്ടിട്ട് അവിടെ കിടന്ന് ചുമക്കും. ആ ചുമയാണ് തണ്ട് ഇത്. ചുമക്ക ചുമക്ക ചുമ്മ ചുമ 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 ചുമ്മ. ഇനി ആ പാട്ട് കഴിഞ്ഞിരുന്നു അവിടേക്ക് നമ്മുടെ സൈമൺ വരുമേ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അന്നേ ദിവസം രാത്രിയില്ലേ, ഈ സൈമൺ രാവിലെയാണ് അവിടെ ഹാർബറിൽ വരുന്നത്. ഇന്ന ദിവസം രാത്രി സൈമൺ നമ്മളെ കൂലിയെ വിളിച്ചിട്ട് പറയും ഒരു ബോഡി അതിനകത്ത് കിടപ്പുണ്ട്, അതൊന്ന് ഡിസ്പോസ് ചെയ്യണം, പക്ഷെ അത് കുഴിച്ചിട്ടാ മതി, കത്തിക്കണമെന്ന് പറയും. അത് ആരെ ബോഡിയാണെന്ന് അറിയാമോ? അത് നമ്മുടെ സൗബിന്റെ ബോഡിയാണ്. ഈ സൗബിനാണ് ഇതിനകത്ത് കയറിയ പോലീസർ. 8 വർഷമായിട്ട് ഇവന്റെ കൂടെ ഉണ്ട്. ഇവിടുന്ന് അടിച്ചു മാറ്റി 100-400 കോടി രൂപ സൈഡിൽ അവിടെ ശേഖരിച്ച് വെച്ചേക്കണം. 8 കൊല്ലമായിട്ട് ഒരു പോലീസുകാരെ അവന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മൊണ്ണയ്ക്ക് മനസ്സിലായി. അല്ലേ തന്നെ വേറൊരു കാര്യമുണ്ട്. 8 കൊല്ലമായിട്ട് അയാൾ പോലീസിന് ഒരു വിവരവും കൊടുക്കണില്ല. ഓരോത്തിന് സൈമന്റെ ഹാർബർ നോക്കും, അവിടെയൊക്കെ വൃത്തിയാക്കും, മുറ്റോടിക്കും, രാവിലെ വിളക്ക് എത്തിക്കും, വൈകുന്നേരം നാമം വരെ അവൻ ജീവിക്കും. അത്രയ്ക്കും വിശ്വസ്തൻ. എന്നിട്ട് എന്തിനാണ് അവനെ കൊന്ന? പോലീസ് എന്ന് പറയുന്നത് അവൻ നിന്നെക്കാളും വലിയ വില്ലനാണ് അവൻ സിനിമയിൽ. ആ ഹാർബറിന്റെ ഐശ്വര്യം ഒരു സൗബിൻ, അവനാണ് നീ കൊന്ന. അതും ചിറ്റലിന് തലയ്ക്ക് ആറഞ്ചം പുറഞ്ചം അടിച്ചു കൊല്ലുമേ. അതാണ് ഞാൻ പറഞ്ഞ രാവിലെ അടിച്ചു കൊന്നത്. എന്നിട്ട് രാത്രിയാണ് കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞേ. കൊണ്ടുപോയി കുഴിച്ചിടും. അപ്പൊ നോക്കുമ്പോഴേ ഇവ അണ്ടർടേക്കറിനെ പോലെ എനിക്ക് ഓരോടെ. അപ്പൊ ശ്രുതിഹാസൻ സൈഡിൽ നിന്ന് പറയണേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മഴയത്ത് ഇലക്ട്രിസിറ്റിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നു. അപ്പൊ ഇതുപോലെ ജീവൻ വെച്ച് പിന്നും ചാടി എണീക്കുന്നു. ഏത് ഇവനെ അവൻ തേങ്ങ പൊതിക്കണക്ക് അവനെ തല അടിച്ച് പൊളിച്ചിട്ട് ഇവ എണീച്ചു വന്നാ. എടിയും മര കഴുത് ഹാർട്ട് ഇരിക്കണ തലയ്ക്കകത്തല്ല, തലച്ചോറ് അടിച്ച് പതപ്പിച്ചിട്ട് ഇവ ഇങ്ങനെ ഹാർട്ട് മാറി എന്ന് പറഞ്ഞ് എണീച്ചു വരെന്ന് പറയുന്ന ഡയലോഗ് എടാ കനകരാജ ഏത് ബംഗാളി കൊണ്ടാ നീ സ്ക്രിപ്റ്റ് ചെയ്യിപ്പിച്ച. എനിവേ തലവൻ അവനെ കൊല്ലൂലേ, ട്രെയിനിൽ കയറ്റി പറഞ്ഞു വിടും. ശ്രുതിഹാസനെ കൂട്ടും വിടും. അപ്പൊ നമ്മൾ സൈമൺ തലവനെ വിളിച്ചിട്ട് പറയും നിനക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് കാണിച്ചു തരാം, നീ അവനെ കൊന്നിട്ട് വരാൻ പറയും. തലവൻ അവനെ കൊന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുമേ. അവിടെ ചെല്ലുമ്പോൾ നീ കൊന്നല്ലേ, നിനക്കൊരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും സത്യരാജനെ ഇടിച്ചു കൊല്ലണത് നമ്മളെ സൗബിൻ. ഈ കൃത്യം സൗബിൻ ചത്തപ്പോ തന്നെ യവൻ എവിടെ നീ CCTV ഫുട്ടേജ് കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇല്ലാത്ത ഉത്തരവാണത്. അലേവോ അത് കൊണ്ടിട്ട് ഇങ്ങനെ വായും തുറന്നു ആന്ന് പറഞ്ഞു നിൽക്കും. ഇനി സത്യം പറയണ രാജനെ സൗബിൻ എന്ന ഡയാല് നിന്റെ തിടിച്ചാണ് കൊല്ലണേ. അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സത്യരാജ് വെയിൽ വന്നിട്ട് പറയും പവർ ഹൗസ് എന്ന്. നമ്മൾ വല്ലതാണെങ്കിൽ ചാവാൻ നിൽക്കുമ്പോൾ ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിക്കും. അതും അല്ലെങ്കിൽ ഇത്തിരി മൂത്തോമരം വല്ലതും ഉണെങ്കിൽ വീപ്പേൻ ഉണക്കട്ട് ജപ്പാൻ വരെ പോയിട്ട് വരാന്ന് പറയും. അല്ല തീരാൻ പോവില്ല, അതാണ് മാക്സിമം. ഇത് ഇവൻ പവർ ഹൗസ് എന്ന് പടം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതുപോലെ സീക്രട്ട് കോഡ് വരിക്കും. തേങ്ങയാണ് അത്, കള്ളിന്റെ പേരാങ്ങണ്ടാണ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ കള്ളിന്റെ ഒറിജിനൽ നെയിം കാണിച്ചുവിടാന്ന് തോന്നുന്നു. അതുകൊണ്ട് മാൻഷൻ ഹൗസ് ഇല്ലേ എമ്മച്ച്, അതിന്റെ പേര് മാറിയിട്ട് ഉമ്മ പവർ ഹൗസ് ഇട്ടേക്കുന്ന ഒരു കള്ളിന്റെ പേരാണ്. അതാണ് ഈ തൊലിയൻ ചാവാൻ വേണ്ടി പോകുമ്പോ പറയണം ചാവട ചാവന്നി കൊല്ല ഇടിച്ച് കൊള്ളാവന. മീൻവെയിൽ നമ്മൾ ഡയാലും ശ്രുതിഹാസനെയും കൊണ്ട് ലോക്കോ പൈലറ്റിന്റെ സീറ്റ് കയറി ഇരുന്ന് പോവേണേ. ഈ ശ്രുതിഹാസൻ ഡോക്ടർ അവനൊക്കെ പഠിച്ചാണ് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ലോക്കോ പൈലറ്റ് ആവാനുള്ള കഴിവൊക്കെ ഉണ്ടോ? ട്രെയിനൊക്കെ ഓടിക്കാൻ പറ്റൂല്ലേ? അങ്ങനെ സൗബിൻ വിളിച്ച് പറയണത് നിന്റെ കൂട്ടുകാരൻ ചത്തപ്പ എന്റെ അടുത്ത് അവസാനമായിട്ട് പറഞ്ഞത് പവർ ഹൗസ് എന്നാണെന്ന്. ഇങ്ങനെ 30 വർഷമായിട്ട് കുടിക്കില്ല അന്ന്. കൂട്ടുകാരൻ പവർ ഹൗസ് എന്ന് പറഞ്ഞല്ലേ, അന്ന് തൊട്ട് കുടിക്കുള്ളൂ. അങ്ങനെ ദാ കുടിക്കുകയാണ് പവർ ഹൗസ് ഒട്ടിച്ച്. ഇനി ശ്രുതിഹാസനെ കൊല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞ കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് തലേ വരെ തലങ്ങും വിലം കൂട്ട് ഓട്ടിക്കും കായ്. റേഷൻ കട വിട്ട് മണ്ണെണ്ണ പഠിപ്പിക്കുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ഡയപ്പർ പഠിപ്പിക്കുന്നു, ഒഴിഞ്ഞ വീട്ടിലെ കക്കൂസ് കഴിപ്പിക്കുന്നു, തേങ്ങ പൊതിപ്പിക്കുന്നു, ചെടിക്ക് വെള്ളം വരെ ഒഴിപ്പിക്കുന്നു. ഇങ്ങനെയൊന്നും സിനിമയിലില്ലെങ്കിലും ഏകദേശം ഇതാണ് അവസ്ഥ. എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നു. അതൊക്കെ ഓംബ്ര എന്ന് പറഞ്ഞ് കേൾക്കാൻ ഒരു തലേ വരും. ഇത്ര നേരം പട്ടിയെ പോലെ പണിയെടുത്തതല്ലേ, ഇനി ഒരു തലവരുടെ ഒരു മാസ സീനാവാം, ഒരു ഫൈറ്റ്.
ഈ സൗബിൽ ഒരു കേരളത്തിലെ മടിനായ പോലീസുകാരനായിരുന്നു. പുള്ളിക്ക് പോലീസുകാരനാവണമെന്നാണ് ആഗ്രഹമെങ്കിലും പുള്ളിക്ക് ഒരു ഭാര്യ ഉണ്ട്. ഇവിടെ നിന്നൊരു കൂട്ടുകാരി കിട്ടും. ആ ബെസ്റ്റ് പിന്നെ ഭാര്യ ആവുകയും ആ ഭാര്യയുടെ വാക്ക് കിട്ടാണ് സൗബിൽ ഇതെല്ലാം ചെയ്തത്. ഏമാരെ കൂടിപ്പോ എന്തെങ്കിലും ഒരു മെഡലിന് ഒരു പതക്കവും തരും. നമുക്കൊല്ല കൊള്ള സംഘത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ വലിയ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവളാണ് ഇവനെ മാനിപ്പുലേറ്റ് ചെയ്യണം. അവൾ ഒരൊറ്റ എഴുത്തിയാണ്. ഇനി ഇതാണ്ട് ഇവനല്ലേ, ഇവൻ നമ്മുടെ നാഗരാജുവിന്റെ മോനാണ്. ഇവൻ അങ്ങ് കൊന്നളയും പറയണ്ടേ, അല്ലെങ്കിൽ ശ്രുതിഹാസനെ ഞാൻ കൊന്നോളയുമേ. ഇവനൊരു പ്രേമുണ്ട്, അതായത് അവിടുത്തെ ഒരു അക്കൗണ്ടന്റുമായിട്ട്. ഇവളാണ് ആ അക്കൗണ്ടന്റ്. ഇവരെ ഈ ബന്ധമൊക്കെ അറിഞ്ഞ പപ്പ സമ്മതിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഒളിച്ചോടാൻ തീരുമാനിക്കും. അതിന് വഴി വെച്ച് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ തലവര്. മെയിൻവേൽ നമ്മുടെ ഡയാല് ശ്രുതിഹാസൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കെട്ടിയിട്ട് കൊല്ലുമെന്നൊക്കെ പറയണേ. തലവര് മറ്റവനെ കൊന്നില്ലല്ലോ, അതുകൊണ്ട് ഇവളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ്. പക്ഷേ തലവരടാ അതായത് ഈ ഡയലിന്റെ കൂടെ കേരളത്തിൽ നിന്ന് വന്ന ഭാര്യ ആരെന്ന് അറിയാമോ? അവളാണല്ലോ അവന്റെ കാമുകൻ. അല്ല കാമുകി. അവളായിരുന്നു ഇതെല്ലാം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അത് ഇവൻ പൊക്കും. അവളെ കൊല്ലുമെന്ന് പറഞ്ഞ കാരണം ഇവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രുതിഹാസനെ അപ്പൊ തന്നെ അവിടെ തലാക്കൊല്ലി വിടുകയും ചെയ്യും. എവളാണെങ്കിൽ പഠിച്ച കളി. ഈ മണ്ടനാണെങ്കിൽ ഒരു മരമുണ്ടേ. അന്ത 5 കോലയും ഞാൻ പണ്ണലേ എന്നൊക്കെ പറഞ്ഞ അഞ്ഞിനും ഒമ്പയും കളിച്ച് എവള അവനെ അടിച്ചവിടെ ഇടും. എന്നിട്ട് 4 ചക്കപ്പൂത്തോളത്തെ മുതുക്കന്മാരെ എടുത്ത് കറക്കി എറിയോളൂ. എന്നിട്ട് ഈ മനുഷ്യനെ തലക്കടിച്ച് ഇവിടെ കിടത്തിയിട്ട് നീ ഒരു മര കഴുത തന്നെല്ലോടാ, നിനക്ക് വീട്ടിൽ തന്ത ഉണ്ടോടാന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ഞാൻ പറയും അതൊക്കെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പാവം മനുഷ്യനെ മറ്റേ ഇലക്ട്രിക് ചെയറില്ലേ, അതാണ് അവിടെ ഇരിക്കണട്ടാ, അതിലിട്ടങ്ങ് അങ്ങേരെ കത്തിക്കുന്നു. അങ്ങേരെ കൊന്നതാ പോട്ട്. ഈ ചെയർ സത്യരാജിനും ശ്രുതിഹാസനും മാത്രമല്ലേ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവൂ. എവളിത് എങ്ങനെ പിടിച്ചു? കായംകുളം കൊച്ചിന്റെ കളരി നോക്കി പഠിച്ച കണക്ക് എവള് ഒളിച്ചത് നോക്കി വല്ലതും പഠിച്ച. ഡയാലിന്റെ കയ്യിൽ രക്ഷപ്പെട്ട ശ്രുതിഹാസൻ നല്ല വിശപ്പ് പറഞ്ഞ രസവിടെ ദോശ തിന്നോണ്ടിരിക്കുകയാണ് റോട്ടില്. പാഴ്സൽ വാങ്ങിച്ചൊക്കെ വീട്ടിൽ പോയിക്കൂടായിരുന്നു. അത് പറ്റൂല. അതാണെങ്കിൽ പിന്നെ സഹോദരിമാർ കൂടെ കൊടുക്കണമല്ലോ. ഇതാകുമ്പോ ഒറ്റക്കിരുന്ന് കുഴച്ചടിക്കായത്. ഡയാൽ അവൾ ആ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി തലകം വലും അറിയും. മാത്രമോ പിടിച്ചു മാറ്റാൻ വന്ന 2 മുതുക്കന്മാരെ അവ ഇടിച്ച് റെഡിയാക്കും. അത് മാത്രമല്ല ഇതിനകത്തൊരു സീനുണ്ട്. ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ഗ്ലാസ് ഒക്കെ താത്തിട്ടാണ് അവർ ഓട്ടിക്കുന്നത്. അത് ഞാൻ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾ സിനിമയായിട്ട് കാണൂ. അത് അതല്ല, അത് എഡിറ്റ് ചെയ്തപ്പോ പോയി. ശരിക്കും അങ്ങനെ ഒരു സീനുണ്ടെന്ന്. ബൈക്കിൽ വന്നിട്ട് ഗ്ലാസിനകത്തൂടെ തലയിട്ടം കയറി വിൻഡോ ഓപ്പൺ ആയി ഇട്ടേക്കണ്. AC ഇട്ടല്ലേ, ഒരുപാട് പെട്രോൾ കത്തിപ്പോയില്ല. അതുകൊണ്ട് ഒരു ചേസ് സീനാണെങ്കിലും കുഴപ്പമില്ല. വിൻഡോ ഒക്കെ താത്തിട്ട് കാറ്റെ കൊണ്ട് പോവാന്ന്. എന്തൊരു നക്കി കണ്ട ഡ്രൈവറെ. നിങ്ങൾ ഇനി പടം കാണുമ്പോൾ ശ്രദ്ധിച്ചോക്കെ. അവിടെ വയറ്റിൽ തന്നെ ചവിട്ടിയത്. ഇനി അവിടെ നിന്ന് ചേസ് ചെയ്ത് ഓടി 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 ഈ സീൻ അങ്ങ് ട്രെയിനിന് അകത്ത് വരെ വരുമേ. ഈ സൗബിന് ഇത്രയും വലിയ സെറ്റപ്പ് ഓടി 2 മുതുക്കന്മാരെ ഒരു പെണ്ണിനെ ഒറ്റക്കിട്ട് ഓട്ടിച്ച് ഇടിച്ച് പേടിയാണ് എല്ലാവർക്കും ഒന്ന്. ഇവ സ്പൈഡർമാനാ, സൂപ്പർമാനാ. അവസാനം ഈ ഭീകരൻ എങ്ങനെയെങ്കിലും ചവിട്ടുന്ന വെച്ച് ഒരുത്തൻ സാക്രിഫൈസ് ചെയ്ത് ട്രെയിനിന്റെ അകത്ത് വെളിയിൽ വന്ന് വീഴുമേ. എന്നിട്ട് അവൻ ചാവൂല. ആ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തല ബലിക്കല്ലി അടിച്ച് അവൻ സാക്രിഫൈസ് ചെയ്ത് അവനെ കൊല്ലും. പിന്നെ ഒരു കാര്യമുണ്ട്, തലക്ക് ചിറ്റലിനെ അടിച്ചപ്പോഴത്തേക്കും അണ്ടർടേക്കർ കളിച്ചവരാണ് അവൻ. ആ മണ്ടൻ തലവറാണെങ്കിൽ വാഴയ്ക്ക് കുഴി എടുക്കണക്കാണ് ഒരുത്തനെ കൊണ്ട് കുഴിച്ചിരുന്നത്. ഇച്ചിരി ആഴത്തിൽ കുഴിച്ചിട്ടിരുന്നെങ്കിൽ അവൻ പൊങ്ങി പോലും വരൂലായിരുന്നു. ഒരു പൂച്ച അപ്പിടാൻ പോലും ഇതിനേക്കാളും വലിയ കുഴി തോണ്ടുവന്ന്. എന്താ ലോജിക്കാണ് ഇതിൽ? അവളല്ലേ, അവളെ ട്രെയിനിലും കയറിയ എപ്പോഴാ. ഇനി സൈമണ വീഡിയോ കോൾ ചെയ്തിട്ട് സൈമണിന്റെ മോനെ ലെവൻ അങ്ങ് കുത്തി അങ്ങ് കൊല്ലും. സൈമ ഇത് എവിടെ നിൽക്കണ? മൈജി ഷോറൂമിലാടാ, ഒരുപാട് TV ഇരിക്കണ്, അതുകൊണ്ടാണ്. മീൻവെൽ മാൻഷനകത്ത് ഗുണ്ടകളുടെ ആക്രമം. ഒടുവിൽ തലൈവർ ഒരു വിസിൽ അങ്ങ് അടിക്കോടേ. ആ വിസിലോട് കൂടി അതിനകത്തൊരു തൊമ്മൻ ഇരിപ്പുണ്ടല്ലോ. തിന്നുക, ബാത്റൂമിൽ പോവുക, അവിടെ തന്നെ ഇരിക്കുക, ഉറങ്ങുക. 10-30 വർഷത്തിന് ശേഷം അവ അതിനകത്തുനിന്ന് പുറത്തൊരു താണ്ടി ഇവൻ. ഇവന്റെ പേര് കാളീശൻ, AKA ഉപേന്ദ്ര. എന്റെ അമ്മ ഇങ്ങനെ അന്യായ ഓരോളം നടനാണ്. എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ സൂപ്പർ ആയിരുന്നു. എനിക്ക് തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കീട്ടിലോട്ട് ഉപയോഗിക്കരുതെന്ന്. ഒരുമാതിരി നല്ല BGM ആയിരുന്നു. അത് ഞാൻ പറയാം. എന്തായാലും പുള്ളി വന്നൊരു 360 ഡിഗ്രിയിൽ ഒരു ഫൈറ്റ് ആയിരുന്നു. ഇനി ഈ പടത്തിൽ എനിക്ക് ആകെ സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരേ ഒരു സീൻ ഇവളെ കൊല്ലുന്നതിലാണ്. സൈമന്റെ മോനെ കൊന്നത് സൗബിന് ഇവളും ചേർന്നാണ് സൈമൺ മനസ്സിലാക്കുമ്പോൾ ഇവളെ കുത്തിയേം കൊല്ലും. ഇവരുടെ കഥാപാത്രവും ആ പെർഫോമൻസും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. ഈ സൈമൺ ഇല്ലേ ഗൈസ്, സൈമൺ ഒരു പ്രത്യേക കണ്ടീഷൻ ഉള്ളവരാണ്. ശരിക്കുള്ള സൈമന്റെ തന്ത ഗജനി ആയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം ഭയങ്കര മറവിയാണ് അളിയുന്നത്. പിന്നെ അതിന് കുറച്ചുപേര് ലോജിക് ഒക്കെ പറയുന്നുണ്ട്. സൈമൺ ഈ സിനിമയിൽ എപ്പോഴൊക്കെ രജനീകാന്ത് തന്നെ കാണും അപ്പോഴൊക്കെ അടിച്ച് ഫിറ്റ് ആണ്. അതുകൊണ്ട് രജനീകാന്ത് ആരാണെന്ന് സൈമൺ അറിയാൻ വയ്യ. എവിടെയൊക്കെ ഒരു ഓർമ്മയുണ്ട്, പക്ഷെ ആരാണെന്ന് അത്ര ഓർമ്മയില്ല. ഈ സൈമന്റെ അച്ഛനെ കൊന്നത് രജനീകാന്താണ്. കാണുമ്പോ ഉന്നെ എങ്കയോ പാത്തിരിക്കെന്ന് പറയും. അപ്പോഴൊക്കെ രജനീകാന്ത് മനസ്സിൽ വിചാരിക്കണം മോണ്ടൻ എന്നെ മനസ്സിലായില്ല, രക്ഷപ്പെട്ട്. ഇനി ആരാണ് രജനീകാന്ത് എന്നല്ലേ? ഒരു കൂലി. ഒരു ഹാർബറിൽ പണിയെടുക്കുന്ന കൂലിക്ക് ഒരു മുതലാളി ഉണ്ടായിരുന്നു. മുതലാളി ഇവരറിയാതെ ഇവർ ചുമക്കുന്ന ചാക്കിനകത്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കുത്തി നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവര് പോലീസ് ഓടിക്കുമേ. ഒരു 100 പേരങ്ങ് സറണ്ടർ ആയി കഴിഞ്ഞാൽ ഈ 100 പേരെ ജയിലിലടച്ച് അവർ വെച്ച് പുറലോകം കാണൂല. അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ ആരുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഓൾറെഡി നമ്മുടെ സത്യരാജിന്റെ ഭാര്യനെ കെട്ടിയിരുന്ന ഭാര്യയല്ല അനിയത്തിന്റെ സഹോദരിനെ കെട്ടിയിരുന്ന രജനീകാന്ത് കൂടി കൂലികളുടെ കൂടെ പോകും. ഭാര്യയാണ് കൂലിയാണെന്ന് ചോദിക്കുമ്പോൾ കൂലി ഭാര്യയൊക്കെ വേറെ കിട്ടുമല്ലോ. അങ്ങനെ ആ 100 കൂലിയുടെ കൂടെ ഈ രജനീകാന്തും പോകുമ്പോഴത്തേക്കും ഒരു കപ്പലിൽ കൊണ്ടുപോയി ഇവരെല്ലാം
എല്ലാരെയും കടലിൽ തള്ളിയിട്ട് കൊല്ലാനായിരുന്നു പരിപാടി. അതാണ് ഇഷ്ടപ്പെട്ടില്ല. ചതി മനസ്സിലാക്കിയത് ഉപവേന്ദ്ര രചന കൂടെ എല്ലാരും കൊല്ലും. പക്ഷെ അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു 19 പേര് രക്ഷപ്പെടും. ആ 19 തൊമ്മന്മാരെല്ലാം കൂടെ ആ മാൻഷനകത്ത് കയറി ഒളിച്ചിരിക്കണം. അതിലെ ഏറ്റവും വലിയ മുതുക്ക് കാളായിരുന്നു ഉപവേന്ദ്ര. കാളീശൻ, അതാണ് തപസ്സിരുന്നവൻ. ഒടുവിൽ സൈമൺ കാര്യം മനസ്സിലാവുകയാണ് ഗൈസ്. കാര്യം മനസ്സിലായത് സൈമനെ വാച്ച് വെച്ചൊരു ചെയിൻ ഉണ്ടാക്കി കഴുത്തിൽ കുരുക്കിട്ട് കൊല്ലും. ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ആരടാ ഈ സിനിമയുടെ പോസ്റ്റർ റെഡിയാക്കിയത്? ഈ സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? മൊത്തം വാച്ചിന്റെ കളി. 2 കയ്യിൽ വാച്ച് കിട്ടുന്നു, 4 കയ്യിൽ വാച്ച് കിട്ടുന്നു, കഴുത്തിലിടുന്നു, കയ്യിലിടുന്നു. ഞാൻ പറയണില്ല, മൊത്തം വാച്ച്. അതുകൊണ്ടിട്ട് എന്തൊക്കെ തിയറി ആയിരുന്നു. ഇതിന് ടൈം ട്രാവൽ ആണോ, അതോ ഇനി സൂര്യയുടെ മറ്റേ 24 സിനിമയിലെ പോലെ വല്ല വാച്ചും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു അന്യായ ഫാൻ തിയറിയൊക്കെ ഇറങ്ങിയതാണ്. ആ വാച്ച് അങ്ങും ഇങ്ങും വന്നിട്ട് പോയി ഒരു ക്യാമിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അമേരിക്കാനെ ക്യാമിയോ ഇറക്കിയല്ല, ഈ വാച്ച് ഇതിനകത്ത് ക്യാമിയോ ആണ്. പക്ഷെ പോസ്റ്ററിൽ നിറച്ച വാച്ചായിരുന്നു. ഇത്രക്കും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ അണ്ണ ലോക്കി അണ്ണ നിങ്ങൾ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ചാവുന്നതിന് മുന്നേ സൈമൺ പറയും എന്റെ വായിക്കകത്തോട് നോക്കിയ നരകം കാണാന്ന് പറയുന്നത്. അല്ല സിനിമ ഇത് മാറിപ്പോയില്ല. ഞാൻ ചത്താ ചോദിക്കാൻ ദാഹ വരുമെന്ന്. അത് പറഞ്ഞതും ദാഹയുടെ ആൾക്കാരെ തലയും മുണ്ടിട്ട് ഇവരെ പിടിച്ചോണ്ട് ഈ ഒരു മരുഭൂമി നിർത്തുമേ. ഇത് ദാഹയുടെ തന്ത വലിയ മുതലാളി. ഇനി ഇതാണ് ദാഹ. ഇങ്ങനെ ശരിക്കും വീൽ ചെയറിലായി പോയ ഒരു കഥാപാത്രം ഞാൻ ബ്രേക്കിംഗ് ബാഡിൽ കണ്ട പോലെ ഒരു ഓർമ്മ. അപ്പൊ ദാഹ മെക്സിക്കോന്ന് പ്രൈവറ്റ് ജെറ്റ് വിളിച്ച് ഒരു പാക്കറ്റ് കാജാബീഡി വലിക്കാനാണ് ഇവിടെ പറഞ്ഞത്. വന്ന വരക്കത്തിന് വെടികൊണ്ട് ചാവനായിട്ട് നമ്മുടെ ബാബുരാജ് ഉൾപ്പെടെ കുറെ പേര് ഇവിടെ നിരന്ന് നിൽക്കും. അമീർക്ക ഇങ്ങോട്ട് വന്നിട്ട് എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും. രജനീകാന്ത് ഇതൊക്കെ കണ്ട് തൊട്ടപ്പുറത്ത് മരം പോലെ ഇങ്ങനെ നിപ്പുണ്ടേ. സ്വന്തം കൂലികളെ കൊന്നാലേ കുജലികാന്തിന് അനങ്ങുള്ളൂ. ബാക്കി ആരെ കൊന്നാലും അങ്ങനെ മരം കണക്കെ ഇങ്ങനെ നിൽക്കും. ഇനി രജനീകാന്തിനെ കൊല്ലാൻ ദാഹ വാളെടുത്ത് കഴുത്തിൽ ഇങ്ങനെ വെച്ചപ്പോഴേ എന്തൊരു ആക്രസി. ഇവ എന്താ ഷൗര്യം ചെയ്യില്ലായിരുന്നു അവന്റെ പണി. ഫ്ലാഷ് ബാക്ക് സീൻ അപ്പൊ തന്നെ അടിക്കും കേട്ടോ. ദാഹയ്ക്ക് മനസ്സിലാവും ഇങ്ങനെ ഞാൻ എങ്കയോ പാത്തിരിക്കേ ഇങ്ങനല്ലേ മറ്റില്ല അങ്ങേര്. എന്നിട്ട് അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ. ഇത് പോളി സാധനം വരുന്നത് ഗൈസ്. വോയിസ് മോഡുലേഷൻ ഉൾപ്പെടെ ഡി ഏജിങ് ഉൾപ്പെടെ ആ സമയത്തുള്ള സാധനങ്ങളെല്ലാം പക്കായിരുന്നു. ഇനി ഞാൻ എന്റെ 1-2 സംശയങ്ങൾ ആരാഞ്ഞോട്ടെ. ഈ സൈമന്റെ യഥാർത്ഥ പണി എന്ന് പറഞ്ഞാൽ ഹാർട്ട് ചൂർന്നെടുത്തിട്ട് കച്ചവടം ചെയ്യക്കോണം. അതിന്റെ മെയിൻ ആളാണ് ഈ ദാഹെ. അപ്പൊ ഇവര് കുറെ ബോഡികളൊക്കെ വരുമല്ലോ, ഇവർ ഈ ബോഡിയിലെ കത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ആ ചെയർ കണ്ടുപിടിച്ചതിൽ അവന്റെ അടുത്തോട്ട് പോണത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് ഈ ഹാർട്ട് മാത്രം എടുക്കണം? കിഡ്നി, ലിവർ, കണ്ണ്, മൂക്ക്, പിന്നെ ചുക്കമണി വരെ ഇപ്പൊ എടുത്ത് കച്ചവടം ചെയ്യല്ലോ, അത് അവർ ചെയ്യൂല. പിന്നെ ഞാൻ ചോദിക്കണ്ടേ ഈ ഹാർട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി ഒരു 5-6 മണിക്കൂറിനകത്ത് സർജറി എല്ലാം ചെയ്ത് സെറ്റ് ആക്കണ്ടേ? ഇതുവരെ ഷിപ്പ് ഒഴിവാക്കിയാണ് കടത്ത് വേറെ രാജ്യത്ത് കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു ഷിപ്പിനകത്ത് തന്നെ ഇതിനുള്ള സെറ്റപ്പ് ഒക്കെ കാണും. ഇനി ഷിപ്പിനകത്ത് വല്ല IC യൂണിറ്റ് വല്ലതും ഉണ്ട്, അതിനകത്ത് വെച്ച് സർജറി എല്ലാം ചെയ്യാം. അല്ല ഒരുപാട് നേരെ ഷിപ്പിനകത്തൊക്കെ ഈ ഹാർട്ട് ഇരുന്ന് അത് പഴുത്തു പോവില്ല. അമീർക്ക ഇതിനകത്ത് വെറും മൊണ്ണ. ഇങ്ങനെയൊക്കെ എന്തിനാ അതിനകത്ത് കൊണ്ടുവന്ന് നാറ്റിച്ചു വിട്ടത്? അണ്ണാ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് രജനീകാന്തിനെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ കാല് പിടിക്കുന്നു. എന്റെ ഗ്യാങ് ചേരാൻ പറ്റുമോ എന്ന് വെക്കുന്നു. രജനീകാന്ത് അച്ഛനെ പേരട്ടാണ് ഇടേങ്ക. അപ്പൊ ആരടാ നീ വെറും കൂലി താനേ. പ്രൈവറ്റ് ജെറ്റിലെ 4 ഹസ്കയും പിടിച്ച് മിഷീൻ കണ്ണ് ആൾ സെറ്റപ്പ് പോയിട്ട് വന്ന ഇവനെയൊക്കെ പേടിപ്പികളുടെ സെറ്റപ്പ് ഒക്കെ കൂലിക്ക് ഉണ്ടാടി. പണ്ട് സൈമന്റെ അച്ഛനെ കൊന്ന സമയത്ത് അമീർ ഖാൻ അവിടെ ഉണ്ടായിരുന്നു. അവനൊന്ന് കൊച്ചായിരുന്നു, പക്ഷെ അമീർ ഖാൻ ഓർത്തെടുത്തു. അമീർ ഖാന്റെ ഈ തന്തയില്ലേ ഇങ്ങനെയാണ് അന്നത്തെ വലിയ മുതലാളി. അപ്പൊ അങ്ങനെക്കാളും വലിയ മുതലാളിയാണ് കിടിലാണ് നമ്മളെ രജനീകാന്ത് സിനിമയിൽ. ഇനി സൗബിനെ വലിയൊരു കുഴി എടുത്ത് അതിനകത്തോട്ട് ചവിട്ടിയിട്ട് രജനീകാന്ത് കൊല്ലും. അങ്ങനെ അവസാനം 2 പേരും കൂടി ഓരോ കാജാ ബീഡി അങ്ങ് വലിച്ച് പിരിയും. ഇതിൽ അമീർ ഖാൻ മറ്റേ തിളക്കത്തിലെ ദിലീപിനെ പോലെ അച്ഛൻ എനിക്കൊരു സേർട്ട് തരുമോ? അയ്യോ അച്ഛനോടോ അമ്മയോടൊന്നും സേർട്ട് വയ്ക്കാൻ പാടില്ല. അയ്യോ സോറി എന്നാ ബീഡി. അതാണ് എനിക്ക് ഇത് കണ്ടപ്പോ ഓർമ്മ വന്ന. അയ്യ നല്ല കിണി. എന്തൊക്കെയായിരുന്നു ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ? LCU, ടൈം ട്രാവൽ ചെയർ, ആസ്ട്രൽ പ്രൊജക്ഷൻ, 19 ഗുണ്ടേ, മാൻഷനും രജനീകാന്തും. 19 ഗുണ്ടയൊക്കെ ഉണ്ട്. പക്ഷെ അടി വന്നു കഴിഞ്ഞാൽ രജനീകാന്ത് ഒറ്റയ്ക്കാണ് സിനിമ മൊത്തം ഒന്നും അടിപൊളിയത്. അവന്മാരും കാണാനുമില്ല. എനിക്കൊരു സംശയം, ലോക്കി അണ്ണനെ നമ്മൾ ഓവർ ഹൈപ്പ് കൊടുത്ത് പെരിയ ഡയറക്ടറാക്കി വെച്ചിരിക്കുകയാണോ? എനിവേ ഗൈസ് അനിയുടെ BGM ഒക്കെ നന്നായിരുന്നു. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടാൽ ഈ പടം 1 ടൈം വാച്ചബിൾ ആണ്. പിന്നെ ഗൈസ് രജനീകാന്തിന്റെ മോളാണ് കേട്ടോ ശ്രുതി ഹാസൻ. അത് ഞാൻ പറഞ്ഞായിരുന്നു. പടത്തിൽ നിറയെ ടെസ്റ്റ് ഇருக்கு. അപ്പൊ എന്തായാലും ഇതൊക്കെ അറിയാനായിട്ട് എല്ലാരും പടം അങ്ങ് പോയി പാത്തോളി. നമുക്ക് ഇതിവിടെ നിർത്താം, കുറച്ചധികമായി. അപ്പൊ ശരി ഗൈസ്, ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ ഇനിയും കാണും. വെറുതെ വയ്യാത്ത പട്ടി ബുർജ് ഖലീഫ കയറാൻ പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഈ പടം അതിന് ഉത്തമ ഉദാഹരണമാണ്. 8 നിലയിൽ പൊട്ടിയിരിക്കുന്ന സല്ലു ബൈനെ 9ാമത്തെ നിലയിൽ നിന്ന് തള്ളി താഴെ നേർ മുരുകത സവറുകൾ പണിഞ്ഞെടുത്ത മലം പാഴാണ് ദേയി. ശരിക്കും സൽമാൻ ഖാൻ ഈ പടത്തിൽ ഊരില്ല ദേശത്തെ പ്രമാണിയും പേരില്ല ദേശത്തെ കിരീടമില്ലാത്ത അവകാശിയും ചക്കവരട്ടിയുമാണ്. യൂഷ്വൽ സല്ലുബായിക്ക് ഒരു ഇന്റർ വേണമല്ലോ. അതിനാൽ ഒരു റിച്ച് തന്തയുള്ള ഒരു കുരുത്തം കെട്ട വില്ലൻ വിമാനയാത്രക്കിടെ സ്ത്രീത്വത്തെ കടന്നു പിടിക്കാൻ ശ്രമിക്കും. പുതപ്പിനകത്തുകൂടി പെട്ടെന്ന് എലിപ്പട്ടിയിൽ കൈയടിച്ചപ്പോൾ എക്സ്പ്രഷൻ ഇട്ട മോളസ്റ്റയുടെ മുഖത്തുനിന്ന് ഷോട്ട് മാറി ഒരു നങ്കൂരം കാണിക്കും. കയ്യിൽ നങ്കൂരം പൊട്ട ഏക സ്റ്റാറിലെ നമുക്കുള്ളൂ സല്ലുബായി. അപ്പൊ തന്നെ അതിനകത്ത് കടന്നുകൂടി സല്ലുബായി എല്ലാരും ഇടിക്കും. എന്നിട്ട് 2 സ്റ്റെപ്പും അങ്ങ് ഇടും. മൈക്കൽ ജാക്സൺ മരിച്ചപ്പോൾ ഇമ്മാതിരി വെറൈറ്റി സ്ഥാനമൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കൈയൊക്കെ അപ്പുറത്തോട് കയറ്റി കഴിഞ്ഞ് ഇപ്പുറത്തോട് എടുക്കും സല്ലൂബായി. എന്റെ കൈ നീളും
പല്ലുബായി ഇടിച്ചിളക്കി വന്ന നമ്മുടെ ഇദ്ദേഹത്തിന്റെ മകനാണ്. ഇങ്ങനെ പേരെന്തായിരുന്നു? എനിവേ ഇങ്ങനെ അവിടുത്തെ ഒരു പെരിയ മന്ത്രി തന്റെ മോനെ തൊട്ടവനെ പെട്ടെന്ന് തന്നെ ഹാജരാക്കാൻ പോലീസിനോട് ഉത്തരവിടും. അത് കേട്ടൊറിഞ്ഞ എല്ലാ സിനിമയിലും ഗുണ്ടയും പോലീസായി ഇദ്ദേഹം നേരെ സല്ലൂബായുടെ കൊട്ടാരത്തിലേക്ക് അങ്ങ് നടന്നു ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സല്ലൂബായെ തൊട്ട നിക്കറ് കയറുമെന്ന്. കാരണം സല്ലൂബായെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഇന്ന് ചില്ലടിക്കാൻ വേണ്ടി മാത്രം 100 ഏക്കർ സ്ഥലം ഒരു സ്വന്തമായിട്ടുള്ള ആളാണ് സല്ലൂബായി. അങ്ങനെയൊക്കെ ഈ പീറ പോലീസ് എന്ത് ചെയ്യാൻ? എനിവേ ഈ പടത്തിൽ രാഷ്മിക മണ്ടാനെ ഉണ്ടല്ലോ, ചിലർ പൈസ എന്നല്ലോ ഇറക്കിയിരിക്കുന്നത്, കൊണ്ടുവന്നെങ്കിൽ ഒരു ഡാൻസ് എങ്കിലും കളിപ്പിക്കാതെ വിടാൻ പറ്റുമോ? അങ്ങനെ ഈ പടത്തിന് തുടക്കം തന്നെ നല്ലൊരു ഐറ്റം ഡാൻസ് പോലത്തെ ഒരു ഡാൻസ് അങ്ങ് കളിപ്പിക്കും. സല്ലൂബായുടെ രശ്മിക മണ്ടാനയുടെ ആനിവേഴ്സറി ആയിരുന്നല്ലോ ഇന്ന്. ഒന്ന് കളർ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് സല്ലൂബായി രശ്മിയും കൂടി കാറിലിരുന്ന് പോകുന്ന ഒരു ഷോട്ട് കാണിച്ച് പടം മുന്നോട്ട് പോകുമ്പോൾ കുറെ ഗുണ്ടകൾ വന്ന് ബായിയെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കും. ബായിജാനുണ്ടോ ലോറൻസ് വിഷ്ണുവിനെ പേടി? അല്ല, ഗുണ്ടകളെ പേടി. ഒറ്റക്ക് നിന്ന പാത്രത്തിൽ പിള്ളേരെല്ലാം ഇടിച്ച് പുറത്തും ബായിജാൻ. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കൂളാവാൻ വേണ്ടി ബായിജാൻ ഒരു ചായ കുടിക്കുന്ന സീനാണിത്. ഇതെന്തോന്ന് എക്സ്പ്രഷനാണ് ബായി? ഇത്രക്കും മാട്ടച്ചായ തന്നത് ആരാണ് ബായിക്ക്? അത് കഴിഞ്ഞ് ബായി മറ്റവനില്ലേ ഇടിച്ച് പഴിപ്പിച്ച ഫ്ലൈറ്റ് വെച്ച് അവന്റെ ബർത്ത്ഡേ എന്ന് ബായി അവനെ ഇടിച്ച് പഴിപ്പിക്കുന്ന വീഡിയോ വൈറലായി എല്ലാവരുടെയും പേഴ്സണലായിട്ട് വരെ മൊബൈലിൽ മെസ്സേജ് ആയി പോകുന്നുണ്ട്. ഏതോ ഒരു എല്ലാ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇതങ്ങ് വൈറലാകും. ശേഷം പ്രഗ്നന്റ് ആയ ഭാര്യ സന്തോഷം പറയാൻ വന്നപ്പോ അതുപോലും കേൾക്കാൻ നിൽക്കാതെ ബായി സാമൂഹിക പ്രതിബദ്ധത കാണിക്കാൻ പോകും. സ്വന്തം ഭാര്യ വല്ലതും പറയാൻ കേട്ടുകൊണ്ടിരുന്ന മോളെ. കുറെ നേരിട്ട് സ്റ്റണ്ടൊന്നും ഇല്ലായിരുന്ന ബായിക്ക് സ്റ്റണ്ട് അടിക്കാൻ ഒരു മോഹം. അങ്ങനെ പെട്ടെന്ന് ഒരു സ്റ്റണ്ട്. ഭാര്യക്ക് നേരെ ഉറക്കത്തിൽ എണീറ്റ് കണ്ണും തിരിവി അടികൂടാൻ പോണ്. സോമനാംബുലിസം ബാധിച്ചവൻ പോലും ഇങ്ങനെ ചെയ്യൂലേ? സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ലോജിക്ക് നോക്കുന്നത് പൊത്ത നിക്കറിൽ സിമന്റ് തേക്കുന്ന പോലെയാണ്. യാതൊരു ഉപയോഗവും ഇല്ല. ഭായി പോയതാ പോയി, ഭാര്യ ഇതെന്തിരി പുറകെ പോണ രാത്രി. അതിപ്പോ ആദം പോയടത്തല്ലേ അവയും പോകും. ലോകം മൊത്തം ഫാൻസും ആൾക്കാരും ബോഡി ഗാർഡ്സും ഉള്ള ഭായി പക്ഷെങ്കിൽ ഒരു ഫൈറ്റ് വന്ന ഒറ്റയ്ക്ക് നിന്ന് അടിക്കണം. ഒറ്റ പട്ടികളെ അവിടെ കാണൂല. എന്തായാലും ആ ഘോര ഫൈറ്റിനുള്ളിൽ ഒരു പാറ പൊട്ടി അതിൽ 2-3 ചില്ല് ശേഷം രശ്മി കൂടെ വയറ്റിൽ കയറും. എന്നിട്ട് അവൾ വായി വെച്ച് മിണ്ടാതിരിക്കും. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ സല്ലൂബായി നോക്കുമ്പോ സല്ലൂബായി ഞാൻ മിസ് കോൾ അടിക്കാം, എന്ത് വീട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞൊക്കെ പോകും. തീരെ സമയമില്ലെന്ന് വണ്ടി എടുത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടിയുണ്ടാക്കുള്ളേ. പക്ഷെങ്കിൽ ഭാര്യ ആശുപത്രിയിലാകും. അപ്പോഴെങ്കിലും സ്വന്തം ഭാര്യയുടെ സുഖവരം നേരിട്ട് പോയി അന്വേഷിക്കേണ്ട ഈ പഴ അത് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കും. അവസാനം ലോകം മൊത്തം കണക്ഷനിലെ പല്ലൂബായുടെ ഭാര്യ മരിച്ചത് റോട്ടിൽ കിടന്ന ആൾക്കാർ പറഞ്ഞറിയണം. എന്തായാലും അങ്ങനെ ഒരു അസാധു നിമിഷത്തിൽ നമ്മുടെ രാഷ്മിക ആശുപത്രിയിൽ കിടന്ന അന്ത്യശ്വാസം വലിക്കും. അതറിഞ്ഞതും നമ്മുടെ സല്ലൂബായി കിടന്നു മോ പിന്നെയും ഓർത്ത് മോങ്ങും. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അപ്പൊ അവിടെയാണ് കഥ തുടരുന്നത് ഗൈസ്. ഈ മരിച്ച റാണിയുടെ ഊരും കൊടുക്കുകയും എല്ലാം ഊരെടുത്ത് ഡോക്ടർ ഓർഗൻ ഡൊണേഷൻ ചെയ്യും. അതിങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത് ചിതറിക്കിടക്കുകയാണ്. ഇതെന്താണിത്? ഡ്രാഗൺ ബോൾ ആഗ്രഹം കഴിഞ്ഞ ശേഷം ചിതറിപ്പോകാൻ പിന്നെ ഓർഗൻ അല്ലേ, പല സ്ഥലങ്ങളിലോട്ട് പോകാനല്ല സ്വാഭാവികം. ഓക്കെ, ഈ ഓർഗനൊക്കെ കിട്ടിയ ആൾക്കാരെ കാണാൻ വേണ്ടി രായവ് പോകുന്നതാണ് ഈ കഥയുടെ സാരം. അങ്ങനെ ആദ്യം പല്ലൂബ റാണിയുടെ സ്പോഞ്ച് പോലുള്ള ശ്വാസകോശം ദാനമായി കിട്ടിയ ചെറുക്കനെ കാണാൻ എത്തും. അവൻ താമസിക്കുന്നത് ഒരു മാലിന്യ കൂമ്പാരത്തിന് നടുക്കും. ആ മാലിന്യ കൂമ്പാരത്തിലുള്ള വിഷപ്പുക ശ്വസിച്ചാണ് ഇവിടെയുള്ള പലർക്കും ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നത്. സല്ലൂബായി തന്റെ റാണിയുടെ അവയവം നശിക്കാൻ താമസിക്കില്ലെന്നും പറഞ്ഞ് ആ സ്ഥലമൊക്കെ വെച്ച് വാഴുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിയെ കണ്ട് ഒരു കണ്ടെയ്നർ നിറയെ ലോട്ടറി കൊടുത്ത് പറ്റിക്കും. ദുബായ് ലോട്ടറി ടിക്കറ്റ് വരെ ഉണ്ടെന്ന് അതിനകത്ത്. ചുമ്മാ അല്ല വല്ല ഇത്രയും പണമൊക്കെ ബാറ്റ്മാന്റെ പോലും ഇല്ലല്ലോ. US റിസർവ് മണി മൊത്തം ഉണ്ടല്ല. പാകിസ്ഥാന്റെ GDP പോലും ഇല്ല ഇത്രയും. എന്തായാലും കാശ് കൊടുത്ത് ഡീലാക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇനി കണ്ണ് ദാനം കിട്ടിയ കാജൽ വഗർവാളിനെ കാണാൻ വേണ്ടി പോകും. അവിടെയും എന്തോ ചെറിയൊരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടോ ഭാര്യ ഭർത്താവും തമ്മിൽ. പല്ലുബായി അത് താലി കെട്ടി തീർപ്പാക്കും. നോക്ക്, ഇത്രയും പ്രോബ്ലംസ് ഒക്കെ നിസ്സാരമായി തീർപ്പാക്കുന്ന ഇദ്ദേഹത്തിനെയൊക്കെയാണ് നോബൽ സമ്മാനം കൊടുക്കേണ്ടത്. US പ്രസിഡന്റ് ഇടപെട്ടാൽ പോലും തീരാത്ത പ്രശ്നം വരെ വേണമെങ്കിൽ സല്ലൂബായി തീർപ്പാക്കും. മദർ തെരേസയൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നോബൽ സമ്മാനം അവരെ പിടിച്ചു വാങ്ങി സല്ലൂബായിക്ക് കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഭായ് ഹൃദയം കൊടുത്ത കൊച്ചിനെ കാണാൻ ചെല്ലും. അവിടെ നിന്ന് കൊച്ചിനെയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴി റോഡിൽ വെച്ച് മറ്റവനില്ലേ അന്ന് ഫ്ലൈറ്റിൽ വെച്ച് അടിച്ചവൻ, അവനും അവന്റെ സ്വന്തം തന്റെ കട്ടപ്പയും കൂടി സല്ലൂബായെ കാറിയിരിക്കണ കാണാം. കണ്ടതും കലിപ്പാകും, ഓടിക്കും, പിന്നെ ചേസ്. അതിനിടയ്ക്ക് മര കഴുതര കയ്യിൽ നിന്ന് പെട്രോൾ ബോംബ് വണ്ടിക്കകത്ത് കൊണ്ട് പൊട്ടിത്തെറിച്ച് അവൻ ചാവും. ഭായ് ട്രെയിനിൽ കയറി രക്ഷപ്പെടാനും ശ്രമിക്കും. പക്ഷേ മോൻ ചത്തതിൽ കരിപുരണ്ട കലിപ്പ് പൂണ്ട സത്യരാജൻ ഭായിയെ വിളിച്ചോടെ നിന്റെ പെണ്ണും പിള്ളേരെ കിടുതാപകം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. ആ ആക്രി മൊത്തം ഞാൻ ഇങ്ങ് പറക്കി, നീ വേണേ വന്ന് രക്ഷിച്ചു വന്ന്. അതിനിടയിൽ ഒരു സീനുണ്ട്, അത് ഞാൻ മറന്നു. ഹൃദയം മേടിച്ച് കൊച്ചില്ലേ അവളെ തന്ത് എന്നെ സല്ലൂബായി കാണും. സല്ലൂബായി എന്റെ മോളുടെ കാമുകൻ ഒരു ടോക്സിക് ഫുണ്ടനാണ്. ആ വിടല കാരണമാണ് എന്റെ കൊച്ചിന്റെ ഹൃദയം അടിച്ചു പോയതെന്ന്. സല്ലൂബായി കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? കൊച്ചിന്റെ ഫിലമെന്റ് വരെ അടുപ്പിച്ച് കളഞ്ഞ അവനെയൊക്കെ വെറുതെ വിടാമോ? സല്ലൂബായി നേരെ ചെന്ന് അവനെ ആടിച്ച് ഊരുട്ടും. അവന്റെ തന്തയ്ക്ക് കൊടുക്കുമെന്ന് തോന്നുന്നു. അതാരവന്റെ തന്ത തന്നെ
ഇങ്ങേരുത് ഒറ്റയ്ക്ക് മതി, പ്രധാനമന്ത്രിയും പട്ടാളക്കാരും പോലും വേണ്ട നമുക്ക്. ഭായി അങ്ങനെ പണവും പവറും കൊണ്ട് എല്ലാവരുടെയും കയ്യടി മേടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരെയും സത്യരാജൻ കൊണ്ടുപോയി പൂട്ടിയിടുന്നത്. ഇതിനിടയിലേക്ക് ഒരുപാട് നാടകീയമായ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ നിങ്ങൾ ഇത് തിയേറ്ററിലാണ് പോയി കണ്ടിരുന്നെങ്കിൽ ബോറടി കാരണം പണ്ടാറടങ്ങി നിങ്ങൾ 1 മണിക്കൂറോളം ബാത്റൂമിൽ ചെലവഴിച്ചത്. എന്തായാലും ഇതാ ക്ലൈമാക്സ് ഫൈറ്റ് എത്തി. ഇവരെയൊക്കെ രക്ഷിക്കണ്ടേ? ഭായി കുന്തപുത്രനായി വന്ന് ചേർന്ന് നിന്ന് ഒരു പ്രത്യേക രീതിയിൽ ഓടി എല്ലാരും കുത്തി അങ്ങ് കൊല്ലും. ജീപ്പ് മറിക്കുന്നു, ചോര തെറിക്കുന്നു, പൊട്ടുന്നു, പൊടി പാറുന്നു, സ്ലോ മോഷനിൽ നടക്കുന്നു. പക്ഷെ മുഖം മാത്രം അനങ്ങൂല. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഹൈലൈറ്റിന് വേണ്ടി AK-47 വെച്ച് വെടിവെക്കുമ്പോ 2 ആസ്പെറ്റാസ് ഷീറ്റും എടുത്ത് വെച്ച് തടയും അതിനേക്കാൾ. ഈ ടെക്നോളജി ഒക്കെ ഇന്ത്യൻ മിലിറ്ററിക്ക് പോലും കൊടുക്കാതെ മറച്ചു വെച്ചിരിക്കുകയാണ് ഭായി. അതേസമയം മറ്റൊരിടത്ത് അത് പിന്നെ വിജയണ്ണ എടുത്ത ഷീറ്റിന് പിന്നും കട്ടിയെ കൊണ്ട് അടച്ചിരി കൂടെ. അങ്ങനെ ഒരു 10-200 പേരെ അറിഞ്ഞം പുറഞ്ഞം കൊന്നു തള്ളി സല്ലൂബായ് നേരെ സത്യരാജന്റെ അടുത്തോട്ട് ചെല്ലും. 4 കലക്കൻ ഡയലോഗ് അടിച്ച് വെടിവെക്കുമ്പോ അതിന്റെ മുന്നിൽ കൂടെ കിടന്ന് സ്പൈഡർ സെൻസാണ് അത് ഒഴിഞ്ഞു മാറി വലതും മാറി ചരിഞ്ഞമർന്ന് നിവർന്ന് നിന്ന് സത്യരാജനെ മാനസികമായി ഇടിച്ചിടും. എന്നിട്ട് പോലീസ് പിടിച്ചോണ്ട് പോകും. പക്ഷേ എങ്കിൽ നടക്കൂല, പല്ലൂബായി അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. സല്ലൂബായിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞ ഉടനെ ജനാങ് കൂടും. ഇത്രയും പേര് വോട്ടിട്ടിരുന്നെങ്കിൽ CPM മഹാരാഷ്ട്രയിൽ ജയിച്ചേനെ. അങ്ങനെ ആൾക്കൂട്ടം കാരണം പോലീസ് സല്ലൂബായിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. സല്ലൂബായുടെ സോംബികൾ അങ്ങനെ സല്ലൂബായി രക്ഷിച്ചു. എന്നിട്ട് ഈ അവരതൊക്കെ കണ്ട് പകച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ആശ്വാസമായി രാഷ്മികയുടെ ഒരു ഐറ്റംസും കൂടി. അതോടുകൂടി പടം കഥം. ഇങ്ങനെ മോന്ത ഇത് തടങ്ങാത്ത എല്ലാം കൂടി വല്ല ചക്കാരൊക്കെ വെച്ച് ഒട്ടിച്ചു വെച്ചേക്കണോ. ഈ പടത്തിന്റെ തിയേറ്ററിലെ അവസ്ഥ സല്ലൂബായി പോലും പറഞ്ഞെന്ന്. റോഡ് മേ ജോ ഭായ് ബുലാക്കർ ആരഹാ ഹേ ഓ മേരെ ഫിലിം ദേഖനെ നെഹി തിയേറ്റർ മേ ആത്താ എന്ന് വെച്ചാൽ റോഡിൽ കാണുമ്പോ ബായ് ബായ് എന്ന് വിളിച്ചോണ്ടവന്മാരൊക്കെ തിയേറ്റർ കയറൂലെന്ന്. പിന്നല്ലാതെ ഭായി ഇമാതിരി അവരതൊക്കെ പഠിച്ചു വെച്ച ആൾക്കാർ വരും. എന്തായാലും മതി, നമ്മൾ ഇനിയും കാണും. സഹൃദയരെ, ചെറുപ്പത്തിൽ ചിന്ത ഉറക്കാത്ത സമയത്ത്, ലോകം മാറ്റത്തിന്റെ മറിമായം തീർക്കാത്ത കാലത്ത് മാസ് എന്ന വാക്ക് മനസ്സിലോട്ടിട്ട് തന്നെ രോമാഞ്ചം കൊള്ളിച്ച ആ നായകൻ യുവത്വത്തിന്റെ തുടക്കത്തിൽ പലരുടെയും പാതിരാത്രികൾ ജനൽ കമ്പിയിൽ പിടിച്ച് അതിനൊരു വില്ല് പാട്ടും കേട്ട് നാളെ പുലർച്ചെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വിജയണ്ണനെ പോലെ പറന്നടിച്ച് മാസ കാണിക്കണമെന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച നായകൻ. കാലത്തിന്റെ ഓർഗ്യാസത്തിൽ വിവരത്തിന്റെ പരിണാമം സംഭവിച്ച പ്രേക്ഷകരിൽ ഒരു വലിയ സംഘത്തിന്റെ വിജയണ്ണന്റെ പുതിയ സിനിമകളോട് അപ്രീതി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂഴച്ചക്കയിലെ ഈച്ചകളെ പോലെ ഇപ്പോഴും ആരാധകർ ഏറെയുണ്ടെന്നെ. സുഹൃത്തുക്കളെ, ഗോട്ട് എന്ന സിനിമ ഉന്നതങ്ങളിൽ വളരെ ചർച്ചയായ ഒരു സിനിമയാണല്ലോ. കാരണം ഇത് അണ്ണന്റെ അവസാനത്തെ 2ാമത്തെ സെക്കൻഡ് ലാസ്റ്റ് പടമാണല്ലോ. പക്ഷേ ഈ പടം റിലീസായി പടം കണ്ട് ഫാൻസ് പോലെ ഹാൻസ് വെച്ച് കിടന്നുറങ്ങിയെന്നാണ് റിപ്പോർട്ട്. തുടരെ ഇങ്ങനത്തെ അവിഞ്ഞ ഏത്തപ്പഴങ്ങൾ പോലത്തെ പടകൾ ഇറക്കാൻ ഇപ്പൊ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിൽ ഇരിക്കുന്നതിൽ വിജയണ്ണനാണ് 1ാം പന്തിൽ എന്നാണ് എന്റെ ഒരു ഇത്. മാത്രവുമല്ല, മുളകുപൊടി കണ്ടിൽ വിതറിയാൽ തിയേറ്ററിനകത്ത് കയറിയ വിജയണ്ണന്റെ പടമാണെങ്കിൽ മനസ്സറിഞ്ഞ് തുള്ളാൻ ശേഷിയുള്ള മിടുക്കന്മാരായ പ്രേക്ഷകർ ഉള്ളപ്പോ അണ്ണൻ ഇറക്കുന്ന പടത്തിനെല്ലാം മിനിമം 300 കോടി ക്ലബ്ബാണ്. എന്നാലും എന്താണെന്നറിയില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ആടിന് വന്ന ഗർഭ അലസിപ്പിച്ച പോലത്തെ പടം ഇറക്കുന്ന അണ്ണൻ എന്തുകൊണ്ടൊരു നാഷണൽ അവാർഡ് ഇതേവരെ കിട്ടിയില്ല. മരുന്ന് വായിലിട്ട് വെള്ളം കുടിക്കുന്ന പോലെയാണ് വിജയണ്ണൻ ഇക്കാലത്തെ സിനിമകളെല്ലാം. വിഴുങ്ങിക്കോണം കണ്ണും പൊട്ടി ഇല്ലെങ്കിൽ കഴിച്ചിട്ട് വെളിയിൽ തുപ്പും. ഇനി ആട്, ഇനി അതിലേക്ക് വരുമ്പോൾ ഇതൊരു തീനം വന്ന ആടാണ്. തീനം വന്ന ആടിനൊരു താരാട്ട് എന്ന് പറയുമ്പോഴാണ് ഈ സിനിമയുടെ അവസ്ഥ. ലോകേഷ് കനകരാജ് ഇല്ലായിരുന്നെങ്കിൽ നിലവിൽ വിജയണ്ണൻ ഈ ഇടക്കാലത്ത് ഒന്നും ഒരു ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫോ പോലും ഇല്ല. എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ലിയോയെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാരണം പലതും ആകാം. പക്ഷെ ഇവിടെ ലിയോ അല്ലല്ലോ നമ്മുടെ വിഷയം. ആട് ജീവിതം അതാണ്. സിനിമയെ മാറ്റില്ലടാ. സത്യം പറഞ്ഞ പണ്ടേ വിജയണ്ണന്റെ പല സിനിമകളും തെമ്മാടിക്കുഴിയിൽ അടക്കേണ്ടതായിരുന്നു. പ്രതീക്ഷ, വെറും പ്രതീക്ഷ. പഴയ സിംഗം പുതിയ ഉടുപ്പിട്ട് വരും എന്നുള്ള പ്രതീക്ഷ. എന്തൊക്കെ തന്നെ ആയാലും, എത്ര തുള വീണിട്ടും എത്ര തള്ളി പറഞ്ഞാലും അന്യായമായ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഈ പടം കണ്ടത്. പക്ഷേ ഒടുക്ക ആരാധകനെ കുണ്ടിക്ക് കുത്തിയ അവസ്ഥയിൽ പോയി പടത്തിന്. എന്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ തെലുങ്ക് ദേശത്ത് ആകെ പുളകം കൊള്ളിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ പടം എടുത്തു വെച്ചേക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ബാലയ്യ ഗാരുവിന്റെ പല സ്റ്റണ്ടുകളും ഈ പടത്തിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. മെട്രോയുടെ മുകളിലൂടെ ബൈക്ക് ഓട്ടിക്കുന്നു, മെട്രോയുടെ അകത്തൂടെ ബൈക്ക് ഓട്ടിക്കുന്നു, ഒരു പടി അപ്പുറം കിടന്ന് സ്റ്റേഡിയത്തിന്റെ മുകളിലൂടെ ഒരു ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഇമാതിരി കൾട്ട് സീനുകളെല്ലാം ബാലയ്യ ഗാരുവിന്റെ കുത്തുകയായിരുന്നല്ലോ. ഏതോ മരണക്കിണറ് ബൈക്ക് ഓടിച്ചോണ്ടിരുന്നവനെയൊക്കെ പിടിച്ച് സ്റ്റണ്ട് മാസ്റ്റർ ആക്കിയ അവനാണെങ്കിൽ ബൈക്കില്ലാതെ ഒരു കൊറിയോഗ്രാഫി ചെയ്യാൻ പറഞ്ഞൂടാ. ശരി, അത് വന്നൊരു കൊമേഴ്ഷ്യൽ വിജയപ്പെടുത്തി ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താ അണ്ണാമ്പൂച്ചയായിട്ട് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ട് എന്നും പറഞ്ഞ് മുഴുനീള പടത്തിൽ മുണ്ടില്ലാതെ കുളിക്കുന്ന മുതുകളുടെ സീൻ എത്ര നേരം എന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കണല്ലേ. അല്ല ഉപമ അത് മറ്റേടത്തായി പോയില്ലേ. അതായത് ലോജിക്കുന്നത് ഈ പടത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടെ പോലും പോയിട്ടില്ല. ഉദാഹരണത്തിന് പടത്തിലെ വിജയണ്ണന്റെ കൂട്ടുകാർ നമ്മളെ കൂട്ടുകാരുമായിട്ട് നമുക്കൊന്ന് ഉപമിക്കാം. നമ്മളെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ എന്ത് ചെയ്യും? ഒന്നുകിൽ അടിച്ച് പിടുത്തമായി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമെന്ന് കരുതും, ഇല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിലിനടിയിൽ പോക്കി നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടേക്കണം വിചാരിക്കും. പക്ഷേ ഈ യൂണിവേഴ്സിലെ വിജയണ്ണന്റെ കൂട്ടുകാർ ഇങ്ങനെയൊന്നും അല്ല. അണ്ണ ആരോടെയും പറയാതെ റഷ്യക്ക് പോയിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കും. അപ്പോൾ ടെൻഷനായ കൂട്ടുകാരൻ പ്രശാന്ത് അപ്പൊ തന്നെ ചെന്നൈയിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് റഷ്യക്ക് നേരെ വിജയണ്ണന്റെ കറക്റ്റ് മുന്നിൽ തന്നെ ചെന്നിരിക്കും. അതെങ്ങനെ കൃത്യം വിജയണ്ണന്റെ മുന്നിൽ തന്നെ പോയി നിന്ന ഗൂഗിൾ മാപ്പിന് പോലും വഴി പറഞ്ഞു കൊടുക്കുന്നത് പ്രശാന്താണെന്നാണ് ഇപ്പൊ അറിയാൻ പറ്റിയ. പണ്ട് ഞാൻ ഇങ്ങനെ ജീൻസ് സിനിമയെ കണ്ടേണ്. ആ ജീൻസ് എടുത്ത് ആരാ കഴിവ് കിട്ടിയ പിന്നെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല.
ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ പടം വിജയണ്ണ ഉച്ചമയക്കത്തിൽ നിന്ന് ഉറക്കണിച്ച് നോക്കിയപ്പോ കണ്ണാടിയിൽ വിജയണ്ണ വയസ്സായിരിക്കണം കണ്ട്. ടെക്നോളജിക്ക് ഇത്രയും വളർന്നില്ലേ, നമ്മളെ തന്നെ നമ്മൾ കൊഞ്ചം എന്താ പാത്തിടലാമേ. അപ്പൊ തന്നെ വിജയണ്ണനെ വേണ്ടി ചാകാൻ നിൽക്കണ ഏതൊരു പ്രൊഡ്യൂസറെ വിളിച്ച് അണ്ണം പറഞ്ഞാണ് എനിക്ക് എന്നെ തന്നെ സിനിമയിൽ മുഴുനീളെ കാണണം, പിന്നെ കുറച്ച് രാഷ്ട്രീയ പ്രവേശനം കൂടെ കുത്തിക്കേറ്റിക്കോ, പിള്ളേരൊക്കെ ഉഷാറാവട്ടെ, വേഗം കിട്ടോ ആട് ചേച്ചി, അത് വേണ്ട നല്ല ഇറക്കത് ഗോട്ട് നക്കിക്കോ. അങ്ങനെ ഉച്ചമയക്കത്തിൽ കിടന്ന് കൊച്ചനെ പറ്റി ആലോചിച്ചു കിടന്ന വിജയണ്ണന് തോന്നിയ ഐഡിയ ആയിരിക്കണം ഈ സിനിമ. അല്ല അങ്ങനെ ആവാലോ. എന്തായാലും ഡിയോജിങ്ങും പടത്തിലെ യുവന്റെ പാട്ടുകളും മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല, കാരണം അതിനേക്കാൾ ട്രിപ്പിൾ മടങ്ങ് കാട്ടാവരാതും പടത്തിലുണ്ടല്ലോ. പക്ഷെ ബിജിഎം അത് കൊള്ളായിരുന്നു. പിന്നെ DH ചെയ്ത വിജയ് കണ്ടാപ്പറയും ട്യൂബർകുലോസിസ് വന്ന് അതിജീവനം നടത്തിയ സംക്രീനം കൊക്ക് കാൽപോൾ ഗുളിക കഴിച്ച് റിയാക്ഷൻ ഉണ്ടായി മനുഷ്യനായി പരിണമിച്ചതാണെന്ന്. ആ മുഖത്തോട്ട് നോക്ക് കുനിച്ചു നിർത്തി കൂമ്പിലടിക്കാൻ തോന്നുന്നില്ല. ആകെ മൊത്തത്തിൽ മീൻചാറ് വെള്ളമുണ്ടിൽ വീണ പോലത്തെ പടമാണിത്. എന്തിനു ഞാൻ നിങ്ങൾക്ക് മൊത്തം കാണിക്കണം, നിങ്ങൾക്ക് ഇത് ഓട്ടബിൾ പോയി കാണാമല്ലോ. എങ്കിലും ചില പ്രത്യേക സീനുകളൊക്കെ നിങ്ങളെ കാണിക്കാതെ പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പടം ഞാൻ ഒറ്റ ശ്വസ്തി മൊത്തത്തിൽ ഒന്ന് വിവരിച്ചുതരാം. സീക്രട്ട് ആന്റി ടെററിസ്റ്റ് ഇന്റലിജൻസ് വിജയണ്ണനും ടീമും ഒരു മരുഭൂമിയിൽ ട്രെയിനിൽ കുടുംബത്തെയും കൊണ്ട് ഉല്ലാസയാത്ര പോകുന്ന ഒരു തീവ്രവാദിയെ കൂട്ടത്തിൽ ഒരു അല്പ യുറേനിയം കടത്തിക്കൊണ്ട് പോയി എന്ന ചെറിയൊരു കാരണത്താൽ കുടുംബസമേതം ചുട്ടു കൊല്ലുന്നതിൽ നിന്നാണ് പടം ആരംഭിക്കുന്നത്. ആദ്യമേ തന്നെ ഗ്രീൻ സ്ക്രീൻ വെച്ച് വെള്ളത്തരം കാണിച്ച് ഗ്രാഫിറ്റിനെ മൂട്ടിലടിക്കുന്ന ഒരുപാട് സീൻ കാണാം. ഒരുത്തരാണെങ്കിൽ 4 ദിവസം മുന്നേ അവിടെ കയറി ഇരുന്ന ഒരു കോപ്പം വെച്ച് ഒച്ചിന്റെ സ്പീഡിൽ പോണ ഒരു ട്രെയിനെ കുറെ നേരമായിട്ട് സൂം ചെയ്യുന്നുണ്ട്. എന്തിനാന്തോ വേറെ കൂട്ടിക്കിടക്കണ കൊരങ്ങനെ കപ്പലിട്ട് ഇട്ട് കൊടുക്കുന്ന പോലെ ബോംബെറിയാണ്. ഇനി ഇവൻ എന്താ കേട്, ഇവൻ എന്തിനു പറന്നു വരണം. അതിനുശേഷം പാട്ട്, കോമഡി, പിന്നെ വീണ്ടും പുതിയ മിഷൻ. അതങ്ങ് പട്ടായക്ക് വിജയണ്ണ കുടുംബസമേതം പൂർണ്ണ ഗർഭിണിയായ ഭാര്യനെ കൊണ്ട് പട്ടായക്ക് ആ തീവ്രവാദ മിഷൻ അങ്ങ് ചെല്ലും. അത് പന്തം വിട്ട കുഞ്ഞിന് കുന്തം കണ്ട പേടി എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ വിജയണ്ണനെ ആക്രമിക്കാൻ വരും. അതിന്റെ ഇടയിലാണെങ്കിൽ വിജയന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന. അപ്പൊ തന്നെ എങ്ങനെയും പ്രസവിച്ചു പറ്റൂ. ഏത് റിട്ടയർഡ് സീരിയലിന്റെ റൈറ്ററാണ് ഇതിന്റെ കഥ എഴുതിയത്. വിജയന്റെ എങ്ങനെ ഒരുവിധ വല്ലച്ചാതി ഹോസ്പിറ്റലിൽ എത്തിക്കും ഭാര്യനെ പ്രസവിക്കാനായിട്ട്. അതിന്റെ ഇടയിൽ ആറ്റുനോട്ടിരുന്ന് കിട്ടിയ മോനെ ഷവർമ വാങ്ങിച്ചോണ്ട് ഇപ്പൊ പപ്പ വരാമെന്നും പറഞ്ഞ് ഒരു കസേര ഇരുത്തിട്ടങ്ങ് പോകും. ഈ ഹോസ്പിറ്റലൊക്കെ ഏത് പൂഞ്ഞച്ചിലാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. എങ്കിലും വിജയൻ ധൈര്യത്തോടെ മോനെ അവിടെ ഇരുത്തിട്ട് പോക്കളായി. തിരിച്ചു വന്നപ്പോ മോൻ ഇരുന്നെടുത്ത് മൂക്കള പോലും ഇല്ല. ചെറുക്കനെ ആളെ തട്ടിക്കൊണ്ടുപോയി പിന്നെ കത്തിക്കറിഞ്ഞ ബോഡിയാണ് വിജയണ്ണന് കിട്ടണം. ഇതറിഞ്ഞ ഭാര്യ വിജയനോട് പറഞ്ഞ് ഇറങ്ങിപ്പോടാ പട്ടി മൺചട്ടി എന്ന് പറഞ്ഞ് ഭാര്യയോട് ആട്ടും കേട്ട് ജോലി രാജിവെച്ച് ഡിപ്രഷൻ അടിച്ച് കുറെ നാൾ നടക്കണ വിജയണ്ണൻ അവസാനം ഒടുക്കും അത് മടുക്കും. അപ്പൊ കരുതും പഴയ പരിപാടി അങ്ങ് ഓണാക്കിയാലെന്ന്. അങ്ങനെ ഒരു മിഷന്റെ ഭാഗമായിട്ട് റഷ്യയിലെത്തുന്ന വിജയണ്ണൻ പെട്ടെന്ന് അതാ ഒരാളെ കാണുന്നു. തന്റെ അതേ തൊഴിൽരൂപമുള്ള ഒരുത്തൻ അന്തം വിട്ട് കുന്തം കുലുങ്ങിയ വിജയണ്ണൻ. അപ്പൊ തന്നെ അവ ആരെന്താന്ന് പോലും അറിയാതെ വിളിച്ചുകൊണ്ടൊന്ന് കുടുംബത്തിൽ കയറ്റും. ഒടുക്ക അവ ഇവിടെ വന്ന് എല്ലാരും അടക്കം ചെയ്യണതാണ് ഈ കഥ. കറവ പറ്റിയ പശുവെന്ന് പാല് പിഴിയെടുക്കുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ ഈ പടത്തിൽ കുത്തി കേട്ടിട്ടുണ്ട്. പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം ചാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു റോള് നമ്മൾ അജ്മലിന് കിട്ടി. അജ്മലിനെ വിജയണ്ണൻ മുതുകത്ത് കുത്തി കൊല്ലും. ഇനി വിജയണ്ണനെ മുതുകത്ത് കുത്തുന്ന കൂട്ടുകാരനെ അഭിനയിക്കുന്ന ചതിനെ നമ്മുടെ പ്രഭുദേവ് അണ്ണനകത്തുണ്ട്. എന്നാൽ ഞാൻ ഈ പടത്തിൽ ചാവെന്ന് പ്രതീക്ഷിച്ച പ്രശാന്തൻ ചത്തതുമില്ല. എനിക്കൊരു കാര്യം ചോദിക്കേണ്ടത്, എന്തിനാണ് ഇങ്ങനെ ഒരു അപരാധപ്പെടുത്തൽ പാവം ധോണിയെ കാണിച്ച? ഞാൻ എന്റെ അതൃപ്തി അടിപൊളിയായിട്ട് രേഖപ്പെടുത്തുന്നു. കൊമേഴ്ഷ്യൽ പടങ്ങൾ എന്നാൽ കോമയിലായിരിക്കുന്നവരെ കിടക്കയിൽ നിന്ന് കിടപ്പറയിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിവുള്ള സിനിമകൾ എന്നാണോ? അല്ല എന്തോന്ന് ഉദാഹരണം നിർത്തിയില്ല. താനൊരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ പ്രമുഖനാണെന്ന് ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടി ഒരു കയ്യിൽ തോരൻ പരിപ്പും മറുകയിൽ തോക്കും എന്ന് പോലുള്ള സീനൊക്കെ ഉണ്ട് ഇതില്. ഇത്ര വലിയ മിഷനും തൂങ്ങി കിടന്ന് പോകുമ്പോഴെങ്കിൽ ആ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആകെ കൂടാ. എന്തൊക്കെയാണെങ്കിലും ടെക്നോളജിയിൽ ഈ പടം വളരെ മുൻപന്തിയിലാണ്. AI ഉപയോഗിച്ചുള്ള ഒരുപാട് സീനുകളോ ഈ സീനെ മമ്മൂക്ക ഈ സീനൊക്കെ പണ്ടേ വിട്ടതാണ്. ഇനി ഇവരുടെയൊക്കെ മേധാവിയെ ജയറാമേട്ടൻ AKA മേജർ ശ്രീകുമാറിനെ കൊല്ലുന്ന ഒരു സീനുണ്ട്. മേജർ ശ്രീകുമാരൻ തമ്പിന്റെ ആളറിഞ്ഞിടത്ത് ഒരു മുഖം മൂടി ധരി ഭൂപടത്തിൽ എവിടെ നിന്നോ ചാടി വന്ന് മെട്രോയ്ക്കകത്ത് കയറി ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഫോണിൽ കൂടെ വാഗോണ്ട് പറയാൻ പറ്റില്ല, നീ നേരിട്ട് വന്നാലും ഞാൻ അത് കാച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എവിടെന്നാ വന്ന് ചാടി കൊന്നിട്ട് പോകും. വിജയണ്ണ കൃത്യസമയത്ത് അവിടെ എത്തിയെങ്കിലും രക്ഷിക്കാൻ പറ്റിയില്ല. മേജറിന് ചാവാനായിരുന്നു വിധി. മേജറിന്റെ മയ്യത്ത് കണ്ട് നമ്മൾ പകച്ചിരിക്കുമ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത്. വിജയണ്ണ അങ്ങ് ഉഗാണ്ടെന്ന് കൊണ്ടുവന്നില്ലേ ആ ഡ്യൂപ്ലിക്കേറ്റ് വിജയണ്ണൻ. ആ വിജയാണ് ഈ മേജർ രവിനെ കൊന്ന. മേജർ രവികളുടെ മേജർ വാസുദേവൻ എന്തോ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് മാസ് അടിച്ച് വന്ന് കൊന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം ഇത് വേറെ ആരോടെ ഹെൽമെറ്റ് വരുമ്പോ വിജയണ്ണനാണെന്ന് കാണുമ്പോൾ നമ്മൾ അന്തം പറഞ്ഞു അല്ലേ. ടീസർ കണ്ടപ്പോ ഇതൊക്കെ വിജയണ്ണനാണെന്ന് നമുക്ക് മനസ്സിലായടാ. ഇതൊക്കെ കണ്ട് ഞെട്ടണമെങ്കിൽ ഞെട്ടില്ല വട്ടയിലെ പൊട്ടന്മാരായിരിക്കണം നമ്മൾ. അവന്മാരെ ടിസ്റ്റ് തുറച്ച് വെച്ചിരിക്കണ കാറി തുപ്പണല്ല ഞാൻ. ശരിക്കും ഇനി എന്താണ് ഈ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയണ്ണനല്ല ഇവന്റെ ഒറിജിനൽ തന്ത. അന്ന് യുറേനിയം അടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരു ഫാമിലിനെ വിജയണ്ണൻ ചുട്ടു കൊന്നില്ലേ. അതിലെ മെയിൻ തീവ്രവാദി രക്ഷപ്പെടും, അവന്റെ ഫാമിലിയാണ് തട്ടിപ്പോണത്. അതിന്റെ പ്രതികാരം തീർക്കാനാണ് വിജയണ്ണന്റെ കൊച്ചിനെ ഇവൻ തട്ടിക്കൊണ്ട് പോയിട്ട് കൊച്ചിനെ കൊണ്ടിട്ട് തീവ്രവാദ ക്യാമ്പ് നരകിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് വിജയണ്ണനെതിരെ തിരിച്ചുവിടും. അല്ല എനിക്ക് മനസ്സിലാകാത്ത ഒരു സ്ക്വാഡുമായിട്ട് പോയി വിജയണ്ണനെ അടുത്ത് മാത്രം ഇവനെത്ര കലിപ്പ്. അല്ലേ തന്നെ ആ ഓപ്പറേഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ജയറാമേട്ടനായിരുന്നു. അങ്ങനെ അടുത്ത് പോലും ഇങ്ങനെ ഇത്ര കലിപ്പില്ലല്ല. ഇതൊരു മാതിരി നാറ്റം ഉണ്ടാക്കിയത് സെപ്റ്റി ടാങ്കിനാണ് പഴിയെന്ന് പറഞ്ഞ പോലെ നാറ്റം നിറച്ചവർക്ക് ഒരു കുറ്റം ഇല്ല. പോട്ടെ, അത് വിട്, കഥയിൽ ചോദ്യമില്ല. ശരി, നമുക്കപ്പോ ക്ലൈമാക്സിലേക്ക് കടക്കാം. ഒടുക്കം ചെന്ന് നിൽക്കുന്നത് ഒരു സ്റ്റേഡിയത്തിന്റെ മുകളിലാണ്. അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന അപരാധത്തിന് ഒരു ഗത്യന്തരം ഇല്ല. എന്തായാലും ഒടുക്കം വില്ലൻ വിജയനെ തീർക്കും. അത് കഴിഞ്ഞ് പടം തീർന്നു നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മ
അമ്മൂമ്മ ടെസ്റ്റ്. ഒരു പടത്തിൽ ഒരു വിജയനെ പാത്തിരിക്കുക, 2 വിജയനെ പാത്തിരിക്കുക, ആനാ ഒരു 10,000 വിജയം നിങ്ങൾ പാത്തിരിക്കുക. ഇനി നിങ്ങൾക്കത് പാക്കണമാ. എന്നാ ഈ പടത്തിന്റെ 2ാം ഭാഗം ഉണ്ടെങ്കിൽ അതിൽ മൊത്തം വിജയായിരിക്കും. ആ പടത്തിൽ നടിയും നടനും വില്ലനും അനിയനും അമ്മൂമ്മയും അപ്പൂപ്പനും അളിയനും ഒക്കെ വിജയണം തന്നെ. ഒരു ക്ലോണിങ് കഥയായിരിക്കും അടുത്ത കഥ. ഒരു ചക്ക വെട്ടി അതിനകത്ത് ചുള എല്ലാം ഒരേപോലെ എന്ന് പറയും പോലെ DA ചെയ്ത് വന്ന വിജയ് എന്ന് ഒറിജിനൽ വിജയ് അല്ലെന്ന്, അതൊരു ക്ലോൺ വിജയാണ്. ഇനി അവിടെ വേറെ വിജയന്മാരെ കുപ്പിയിലടച്ചു വെച്ചിട്ടുണ്ട്. അതിനെയൊന്നും ദൈവം ഇത് തുറന്നു വിടില്ല. അതൊന്നും കാണാനുള്ള ത്രാണി നമുക്കില്ല. അവിടെ തന്നെ ഇരിക്കട്ടെ, അവിടെ തന്നെ വെച്ചോ. ഈ അവസാനത്തെ ട്വിസ്റ്റ് കണ്ട് ഫാൻസ് വരെ തല പുകഞ്ഞ് മൂത്രം ഒഴിച്ചെന്നാ പറയണ തലേക്കൂടെ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്റെ പഴയ വിജയണ്ണനെ തരൂ, ഇല്ലെങ്കിൽ പുതിയ വിജയണ്ണനെ തരാതെങ്കിലും ഇരിക്കും. അണ്ണ ഇങ്ങനെ കിടന്ന് പുഴുക്കണ കാണാൻ വയ്യത്തോണ്ടാണ്. അപ്പൊ ശരി ഗൈസ്, വളരെ മാന്യമായ രീതിയിൽ ഞാൻ ഈ പടത്തെ പറ്റി നിങ്ങളോട് സംസാരിച്ചില്ലേ. നമ്മൾ ഇനി വീണ്ടും കാണും. അപ്പൊ ശരി, ബൈ. Thanks! കങ്കുവയ്ക്ക് ശേഷം നടിപ്പിൻ നായകന്റെ ഏറെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു റെട്രോ. കാർത്തിക് സുബ്രാജിന്റെ കവചക്കൂട്ടിൽ പിറക്കുന്ന സിനിമ. സൂര്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ. ഒരു മനോഹരമായ തിയേറ്റർ എക്സ്പീരിയൻസ്. ഏകദേശം 10 വർഷമായി സൂര്യ നമ്മളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട്. ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന പല നായകന്മാരും പിന്നീട് ഒരു ഹിറ്റ് പോലും തരാൻ പറ്റാതെ അവസ്ഥയിലേക്ക് മാറിയത് നമ്മൾ പലപ്പോഴേ കണ്ടതാണ്. ആ ചുഴിയിൽ പെട്ടുപോയ ഒരു താരം കൂടിയാണ് നമ്മുടെ സൂര്യ. നോക്കൂ, നമ്മൾക്ക് വേണ്ടി നിരന്തരം ഫ്ലോപ്പുകൾ സംസാരിച്ചാൽ അതിലൊരു സൈക്കോളജി അങ്ങ് വർക്ക് ചെയ്യും. പ്രേക്ഷകർ ഇനിയും ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ പ്രതീക്ഷയോടെ കണ്ടാലും ഒരു തരത്തിൽ കുറച്ചു പേരെങ്കിലും പറയും ഇത് അത്ര ശരിയായില്ലല്ലോ. അത്തരത്തിലൊരു പ്രവണത റെട്രോ സിനിമയിലും വർക്ക് ചെയ്തില്ലേ എന്ന് എനിക്ക് ചോദ്യമുണ്ട്. ഇനി അടുത്ത കാലത്ത് സൂര്യ ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പോഴും നസീർ മരിച്ചതുപോലും അറിയാത്ത കാലഘട്ടത്തിൽ ഇരിക്കുന്ന ശിവയെ പോലത്തെ ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തതാണ്. അതുപോലൊരു തൊലിഞ്ഞ പടം എടുത്ത് വെച്ചിട്ട് അതിനെയൊക്കെ രാജമൗലി കൊണ്ടുവന്നവരെ പ്രൊമോഷൻ ചെയ്യിപ്പിച്ചതാണ് കഴിവ്. എന്തായാലും കങ്കോയിൽ കിടന്ന് അലറിയത് കൊണ്ടായിരിക്കണം ഈ സിനിമയിൽ അത്രയ്ക്ക് അലറാനുള്ള സ്പേസ് ഇല്ല. ആളിച്ചിരി സൈലന്റ് ആണ്. ഈ കാർത്തിക് സുബ്രാജ് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ബ്രില്യൻ ഫിലിം മേക്കർ ആണ്. പക്ഷെ ആളൊരു അല്പം മടിയനാണോ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പലപ്പോഴും വില്ലന്മാർക്ക് അത്ര അങ്ങോട്ട് ചങ്കൂറ്റം കൊടുക്കാറില്ല. ഹീറോയെ വളരെ മനോഹരമായി എഴുതി വെച്ചിട്ട് വില്ലൻ വരുമ്പോൾ അങ്ങോട്ട് അത്രയ്ക്ക് എഴുതി വെക്കാൻ ഒരു മടി ഉള്ളതുപോലെ. പക്ഷെ പെരിയ താരങ്ങളെയൊക്കെ ഇരിക്കും കേട്ടോ കൊണ്ടുവരുന്നത്. എന്നാൽ റെട്രോ സിനിമയിൽ ഇത്തവണ പുതിയൊരു താരത്തെയാണ് എത്തിച്ചത്. കണ്ടാൽ ഏതാണ്ട് ആംഗിളിലൂടെയൊക്കെ നമ്മുടെ മഴയത്ത് വീണ മാധവനെ പോലെ ഇരിക്കും. പക്ഷെ ഒരു നിർഗുണ വില്ലനായി പോയി. വില്ലനെ വാക്കുകളിലൂടെ ലാർജ് സ്കെയിലിൽ കാണിച്ചിട്ട് പ്രവൃത്തിയിലൂടെ അശുവാക്കി കളഞ്ഞു. പുള്ളി തന്നെ സ്വയം പൊക്കി കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കിങ് ആവാനുള്ള കാരണം, നാട്ടുകാരെ പേടിക്കാനുള്ള കാരണം ഇതൊന്നും തന്നെ സിനിമയിൽ എവിടെയും കാണിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും കൊണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രം മോശമാണെന്ന് ഞാൻ പറയില്ല. എഴുത്തിലുള്ള പാളിച്ചയാണ്. അഭിനയിച്ച നായകനും വളരെ മനോഹരമായി തന്നെ അലമ്പാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ അദ്ദേഹം ആവറേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറയല്ലോ, റോസ്റ്റ് ചെയ്യണമെന്ന മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ഈ പടം കണ്ടത്. പല റിവ്യൂ കണ്ടിട്ട് ഞാൻ കരുതി എന്നാ പിന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട, OTT വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്ന പടമാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഗാങ്സ്റ്റർ സിനിമയാണ് പടം ആരംഭിക്കുന്നത്. പിന്നീട് പ്ലോട്ടൊക്കെ അങ്ങ് തിരിഞ്ഞു മറിഞ്ഞ് മാറി അടിമപ്പെട്ടവരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ രാഷ്ട്രീയം പറഞ്ഞു പോയി നിന്നു. കാർത്തിക് സുബ്രാജിന് ഒരു രാഷ്ട്രീയമുണ്ട്. അത് അയാളുടെ സ്വതന്ത്രമാണ്. അത് അയാളുടെ സിനിമയിൽ അയാൾക്ക് കാണിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ജിഗർദന ഡബ്ലക്സിൽ പയറ്റിയ അതേ രാഷ്ട്രീയം വീണ്ടും അയാൾ ഇതിൽ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്നതാണ്. സോ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അതിന്റെ വൈബ് അടിച്ചിട്ടുണ്ടായിരിക്കണം. ഒരേ പ്ലോട്ട് ലൈൻ 2 സിനിമയിൽ മാറ്റി എഴുതിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദഹിക്കണമെന്നില്ലല്ലോ. സൂര്യയുടെ കുട്ടിക്കാലം കാണിച്ചാണ് പടം തുടങ്ങുന്നത്. അനാഥനായ ഒരു കുട്ടിയാണ് സൂര്യ. എടുത്തു വളർത്തുന്നത് സ്വാസിക, ഫ്യൂഡൽ തന്തയായ ജോജുവും. പക്ഷേ ജോജുവിന് അത്ര ഇഷ്ടമല്ല കേട്ടോ സൂര്യനെ. റോഡിൽ കിടന്ന് കിട്ടിയ കൊച്ചിനെ സ്വന്തം കൊച്ചെ കാണാൻ മനസ്സില്ലാന്ന്. പക്ഷേ സ്വാസികയ്ക്ക് എടുത്തു വളർത്തിയതാണെങ്കിലും കുഞ്ഞു തന്റേതാണ്, പൊൻകുഞ്ഞാണ്. ഈ സിനിമയിൽ സൂര്യക്ക് ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. ചിരിക്കാൻ പറ്റൂല. ചിരിക്കാൻ വേണ്ടി ചാർലി ചാപ്ലിനെ കൊണ്ടുവന്നാലും ചിരിക്കൂല. എന്തുകൊണ്ടാണ് സൂര്യ ചിരിക്കാതെന്നുള്ള കാരണമൊക്കെ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് മനസ്സിലാകും. ആ ചിരി ഇല്ലായ്മയിലും ചിരിയിലും ഉണ്ട് രാഷ്ട്രീയം. അതായത് ആക്ച്വലി സ്വാസികയും സൂര്യയുടെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യനും ജോജുവുമൊക്കെ വളരെ മനോഹരമായി തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-14 വയസ്സ് പ്രായം വരുന്ന സൂര്യയുടെ ബാല്യം അഭിനയിക്കുന്ന ഒരു പയ്യൻ ഒരു ട്രെയിനിനകത്ത് വെച്ച് ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് സൂര്യക്ക് ചിരിക്കാൻ മാത്രമല്ല എപ്പോഴും കോപമാണ്. ഒരു മുൻചുണ്ടി ഉള്ളവനാണ് സൂര്യ കൊച്ചിൽ. അതിനാൽ തന്നെ സ്വാസിക സൂര്യയുടെ അവന്റെ ആങ്കർ ചാനൽ ചെയ്യാനായിട്ട് കരോട്ട് പിടിപ്പിക്കാൻ വിടും. അത് കാരണം മാർഷൽ ആർട്സിൽ പ്രാഗൽഭ്യം നേടിയവനാണല്ലോ സൂര്യ. അതുകൊണ്ട് തന്നെ വളരെ ചെറുതിലെ തന്നെ ട്രെയിനിനകത്ത് വെച്ച് 10 മുതുക്കന്മാരെ ഇടിച്ചിടുന്നുണ്ട്. ആക്ച്വലി അത് നമ്മൾ ലോജിക്കലി അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ലോജിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ 14 വയസ്സുള്ള ഒരു പയ്യൻ ഒരിക്കലും ഇത്ര പേര് ട്രെയിനകത്ത് വെച്ച് കറങ്ങി തിരിച്ചിടാൻ പറ്റില്ല. ഈ വെയിറ്റ് കാറ്റഗറിയൊക്കെ ഫൈറ്റിംഗിൽ വെച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ടല്ലോ. എനിവേ ബട്ട് ദ ഫൈറ്റ് വാസ് ഗുഡ്. ആ പയ്യനും അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ പടത്തിന് ആത്യന്തികമായി കണ്ടില്ല, ഒരു കോമിക് ലെവലിലാണ് കാണുന്നതെങ്കിൽ ഈ പടം നമുക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലെ മ്യൂസിക് ആൻഡ് BGM, സിനിമാറ്റോഗ്രാഫി, ക്യാമറ, ആർട്ട്, ഫ്രെയിംസ്, കോസ്റ്റ്യൂംസ് എല്ലാം അതിമനോഹരമാണ്. ഈവൻ സിനിമയിൽ ഡാൻസ് കൊറിയോഗ്രാഫിയും കളർ ഗ്രേഡിംഗും വരെ അതിമനോഹരമാണ്. പക്ഷേ ഈ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് വെളുത്തു തൊടുത്തിരിക്കുന്ന നായികയെ ഒരു സാധാരണക്കാരിയാക്കാൻ, പൂജ ഹെഡ്ജിയുടെ നിറം ടോൺ ഡൗൺ ചെയ്യാൻ 10 ഫേഷ്യൽ ഒരുമിച്ച് ചെയ്ത് വന്നിട്ട് വെയിലത്ത് പിടിച്ച് നിർത്തിയ പോലുണ്ട്. അതായത് അതങ്ങനെ കൺവിൻസിംഗ് ആയ ഒരു നിറമായി തോന്നിയില്ല. മേക്കപ്പ് ഇട്ട പോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സൂര്യയുടെ താടിയും മുടിയും വളർത്തിയ ഒരു സീനുണ്ട്. അത് കണ്ടത് ഇതുപോലെ ഇരിക്കും. അതായത് ഒരു കുരുടൻ കണ്ടാൽ പോലും പറയാം അത് വിഗാണെന്ന്. ഇനി കാർത്തിക് സുബ്രാജിന്റെ സിനിമയിൽ വന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻട്രോ ആണ് റെട്രോ സിനിമയിലേതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പോരാത്തിന് സൂര്യയുടെ വൺ ഓഫ് ദി സ്റ്റൈലിഷ് ആൻഡ് ബെസ്റ്റ് ക്യാരക്ടറിൽ ഒരെണ്ണം കൂടിയാണിത്. ഇതിൽ മനോഹരമായ BGM ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇമോഷനുള്ള BGM ഒക്കെ വളരെ നല്ലതായിരുന്നു. കണ്ണു നനിപ്പിക്കും ചിലപ്പോ. പിന്നെ ഇതിലെ പാട്ടുകളൊക്കെ റീൽസിൽ വരെ വൈറലായതാണല്ലോ.
കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാ സിനിമകളിലും നമ്മൾ പണ്ട് മുതലേ കണ്ടുപിടുത്ത ഒരു സാധനമുണ്ട്. വാളിയായ ഒരു വ്യാളി നായകൻ പ്രണയം മൂലമോ ഭാര്യ മൂലമോ കാമുകി മൂലമോ നന്നാവാൻ ശ്രമിക്കുന്ന ഒരു കഥ. അതാണ് ഇതിലെ നായകനും നായികയും തമ്മിലുള്ള കഥ. കണ്ട് വെറുത്തൊരു കഥ. ഈ പടത്തിൽ നായകൻ സൂര്യയെങ്കിൽ വില്ലൻ ജോജു. സ്വന്തം തന്തയാണല്ലോ വില്ലൻ. കാരണം സ്വന്തം തന്തര വലങ്കയായിരുന്നു സൂര്യ. പെണ്ണ് കിട്ടിയത് കൂടി അയാളെ നന്നാവാങ്ങ് തീരുമാനിക്കും. അത് ജോജുവിന് ഇഷ്ടപ്പെടൂല. ആ ദേശത്തിൽ കല്യാണ ദിവസം തന്നെ കയറി പൂജ ഹെഡ്ജിനെ വധിക്കാൻ നോക്കും. സൂര്യ കൊണ്ട് വെറുതെ ഇവിടുന്ന് വെട്ടേറിയും കൈ. ജോജുവിന് മാത്രമല്ല കൂടെ ഉള്ളവരെ എല്ലാത്തിനും ഇടിച്ച് റെഡിയാക്കും. ഡേ വയലന്റായ സൂര്യ കത്തിയെടുത്ത മരണം. ഇനി ഇക്കാരണം കൊണ്ട് വീണ്ടും വയലൻസിൽ കൈവെക്കേണ്ടി വന്ന നായികയ്ക്ക് വേണ്ടെന്ന് പറയും. നായികനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴാണല്ലോ നായകൻ അവിടെ കിടന്ന് ഇടി ഉണ്ടാക്കി പ്രശ്നം മൊത്തം കാണിച്ചത്. പക്ഷെ അത് എത്ര പറഞ്ഞാലും അവർക്ക് കൺവിൻസ് ആവൂല. ഒരു മണ്ടത്തി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു ബുദ്ധിയില്ലാത്ത നായികയാണ് ഇതിലെ നായികയുടെ കഥാപാത്രം. അവളെ രക്ഷിക്കാൻ വേണ്ടി നായകൻ ഇത്രയും പേരെ തല്ലി ചതച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടുമേ അവൻ കത്തിയെടുത്തു അല്ലെങ്കിൽ വയലൻസ് ചൂസ് ചെയ്തു പറഞ്ഞ് അവനെ വേണ്ടെന്ന് പറഞ്ഞു പോകും. ഇമാതിരി പെണ്ണുങ്ങളെ പ്രയോഗപ്പണം എവനാണോ അടിക്കും കിഴങ്ങ. ഇനി ഇപ്പൊ മാത്രമാണോ അത് നായിക ഉടനീളം ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സിനിമയിൽ മുഴുവനും കാണിക്കുന്നത്. ഇനി ജയിലിൽ കിടന്ന സൂര്യ എന്തായാലും ജയിൽ ചാടുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ വിഷയമൊക്കെ കഴിഞ്ഞ് സൂര്യ ജയിലിനകത്താവും. നായിക പിണങ്ങി എവിടെയോ പോകും. 5 വർഷത്തെ കഴിഞ്ഞ കാത്തിരിപ്പിന് ശേഷം സൂര്യ ഒടുവിൽ നായികയെ കണ്ടെത്തും. ആ ഒരൊറ്റ കാരണം കൊണ്ട് സൂര്യ ജയിൽ ചാടും. ഇതൊക്കെയാണ് ചില സമയങ്ങളിൽ സിനിമയെ വെറും ബാലിശമാക്കി കളഞ്ഞത്. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ക്രിഞ്ച് അടിച്ചതും ഇവിടെയൊക്കെ ആയിരിക്കാം. ചില സമയങ്ങളിൽ നല്ല ഹൈപ്പ് കയറി വന്ന് നല്ല എക്സ്പീരിയൻസ് തന്ന സിനിമ പല സ്ഥലങ്ങളിലും താഴ്ന്നും പൊങ്ങിയൊക്കെയാണ് പോയത്. ഓട്ടെ, അതൊക്കെ ഒരു പടത്തിന്റെ ഭാഗമായി നമുക്ക് കാണാം. പക്ഷെ ഇത് ഒരിക്കലും ഒരു തരത്തിലും ചില ദൈവങ്ങൾ പറഞ്ഞതുപോലെ അതിമോശമായ ഒരു സിനിമയല്ല. പല ഭാഗങ്ങളും അവർ പറഞ്ഞതുപോലെ മോശവുമല്ല. പിന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു മാർക്കറ്റിലേക്ക് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ മാസ് ഓഡിയൻസ് അത് അംഗീകരിച്ചില്ലെങ്കിൽ അത് വിജയിച്ചില്ല എന്നാണ് അർത്ഥം. അല്ലേ സുഹൃത്തുക്കളെ? അത് ശരിയല്ലേ? അതാണ് ഇവിടെ റെട്രോ സിനിമയ്ക്കും സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും തിയേറ്ററിൽ ഈ പടം പരാജയപ്പെട്ടതും പിന്നീട് OTT-ൽ വന്നപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടതും. ഇതുപോലെയുള്ള എത്ര സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു ഇതിന് മുന്നേയും. പിന്നെ സൂര്യയുടെ ഒരു സിനിമയ്ക്കെതിരെ ആരും റിവ്യൂ ബോംബിംഗ് നടത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പേരും. പിന്നെ പടത്തിലെ ജയറാം പലരും കളിയാക്കിയത് പോലെ എനിക്ക് അത്ര വലിയ മോശമായി എന്നും ഈ പടത്തിൽ ജയറാമിന്റെ ക്യാരക്ടറിന് തോന്നിയില്ല. പക്ഷെ നമ്മൾ ട്രോളുകളിലും റീലുകളിലും മാത്രമായി ഈ ഒരൊറ്റ സീൻ കണ്ടാൽ ഇയാളിത് എന്ത് വളിപ്പാണ് കാണിച്ചു വെച്ചേക്കണെന്ന് നമുക്ക് തോന്നിപ്പോകും. ജയറാം മഠനെ നമ്മൾ പണ്ടത്തെ സന്തോഷ് പണ്ഡിറ്റ് ഏട്ടന്റെ ഒരു ലെവലിലേക്ക് താഴ്ത്തിയിരിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് അയാൾ ഉണ്ടാക്കിയ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ ഒരു സമയത്ത്. അയാൾ എന്ത് ചെയ്താലും ആൾക്കാർ അയാളെ വെറുത്തുകൊണ്ടിരുന്ന ഒരു സമയമില്ലേ? അതുപോലെ ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് ജയറാം ഏട്ടൻ അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ അയാളിലെ നടൻ ഇപ്പോഴും എവിടെയും പോയിട്ടില്ല. പല ഇമോഷൻസും മാറി വരുന്ന ഒരു സീനൊക്കെ അദ്ദേഹം വളരെ നിഷ്പ്രയാസം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മൾ നല്ലതിനെ കണ്ടാൽ നല്ലതെന്ന് പറയണമല്ലോ, എല്ലാത്തിനും മോശമായി മാത്രം കാണരുത്. ഒരു വ്യക്തിക്ക് മാറാനുള്ള അവസരം കൂടി കൊടുക്കൂ. ഇനി ഇതിൽ പ്രകാശ് രാജ് ഉണ്ട്, ഇയാളുണ്ട്. പ്രകാശ് രാജിന് ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ജോർജ് ജോർജിന് ഇതിനകത്തൊരു ഇൻഫിനിറ്റി കോൺലത്തേക്ക് ഉണ്ട് കേട്ടോ, തേനോസിനെ പോലെ. ഈ പടം ഏകദേശം ഒരു മിഡ് ലെവൽ എത്തുമ്പോൾ ടോട്ടലി സ്വഭാവം മാറുന്നുണ്ട്. ലവ് ട്രോക്കിലൂടെയൊക്കെ പോയി ലോക്കൽ ഗ്ലാഡിയേറ്റർ ഫൈറ്റ് വരെ കാണിക്കുന്നുണ്ട് പടത്തിൽ. ഇവിടെയാണ് പടത്തിലെ മെയിൻ വില്ലൻ വരുന്നത്. പുതുമുഖമായതുകൊണ്ടായിരിക്കണം, പുതുമോന്തയിൽ പുതുമോടിയിൽ ഇയാളെ ആൾക്കാർക്ക് അത്ര കൺവിൻസ് ആയില്ല എന്ന് തോന്നുന്നു. കൂടുതൽ വിമർശനങ്ങളും ഇയാളുടെ ക്യാരക്ടറിനെ പറ്റി ആയിരുന്നു സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞതും. പിന്നീട് എഴുത്തിലെ പ്രശ്നങ്ങളും ഒരു വിനയാണ്. കാരണം വില്ലനെ വളരെ ഹൈപ്പോട് കൂടി കാണിച്ചിട്ട് വില്ലന്റെ വില്ലത്തരങ്ങൾ അത്രയും സിനിമയിൽ കാണുന്നില്ല. അവസാനം വില്ലൻ അശുവായി പോകുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം വളരെ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും മനോഹരമായ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി. വാ പൊളിച്ച് കിങ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പുള്ളി അതിന് വേണ്ടി എന്ത് തൊലിയാണ് ചെയ്തതെന്ന് പടത്തിൽ കാണിക്കുന്നില്ല. ഇയാളുടെ ബ്രൂട്ടാലിറ്റിയും സൈക്കിക് തരങ്ങളൊക്കെ സിനിമയിൽ പല സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ്. പക്ഷേ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. പിന്നെ സൂര്യയുടെ കണ്ണാടിക്ക് മുന്നിലുള്ള ചിരി അങ്ങ് പാളിപ്പോയി എന്ന് ചിലർ പറയുന്നത് കേട്ടു. നോക്കൂ, സൂര്യയുടെ പൊട്ടൻഷ്യൽ ഇതല്ല, അത് ശരിയാണ്. പക്ഷെ അത് എവിടെയാണ് പാളിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്ന പ്രേക്ഷകനെ ഇറ്റ് വാസ് ഇനഫ്. പിന്നെ ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞവരുണ്ടല്ലോ. ബാത്റൂമിൽ കയറുമ്പോൾ ബക്കറ്റ് വെള്ളത്തിലെങ്കിലും മോന്തയൊന്ന് കോഷ്ടി കാണിച്ച് നോക്കുക, അപ്പൊ അറിയാം ഇതിന്റെയൊക്കെ പാട്. ഇനിയാണ് പടം കൾട്ടിലേക്ക് മാറുന്നത്. ഇത് പല ലെയറുകളുള്ള ഒരു സിനിമയാണ് കേട്ടോ. സമൂസയൊക്കെ മടക്കും പോലെ ത്രികോണത്തിൽ പല ലെയർ ആയിട്ടാണ് ഈ പടം പോകുന്നത്. ഈ സൂര്യയുടെ വയറിൽ ഒരു പാടുണ്ട്, ഒരു വേലിന്റെ പാട്. സൂര്യയുടെ പേരും അതാണ്, പാരിവേൽ. സൂര്യ തന്റെ കാമുകയെ കണ്ടെത്താൻ വേണ്ടി വന്നെത്തുന്നത് ആൻഡമാനിലെ ഒരു ദ്വീപിലാണ്. ആ ദ്വീപിലെ താമസക്കാരൻ സൂര്യയെ പോലെ ചിരിക്കാറില്ല. ആ ദ്വീപിലെ വാസികളുടെ ദ വൺ ആണ് സൂര്യ. ആക്ച്വലി ദ വൺ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇവിടെ താമസിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരെ ഫ്യൂഡൽ ലോഡുകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ദ വൺ ആണ് സൂര്യ. സൂര്യ ആക്ച്വലി ഈ ട്രൈബിലുള്ളവനാണ്. സൂര്യ ഇവിടുന്ന് കടത്തപ്പെട്ടവൻ. വയറിലെ ചിഹ്നവുമായി ജനിക്കുന്ന ആൾ ഈ നാട്ടിലെ പരമോന്നത പന്ന ചെറ്റയായ ഇവനെ കൊന്നു തള്ളുമെന്നും അധികാരം തിരിച്ചു പിടിക്കുമെന്നും അമ്പലം തുറക്കുമെന്നും ഒക്കെ അരുൾ ചെയ്തിട്ടുണ്ട് ആരോ. അതിനാൽ വയറിലെ അടയാളവുമായി ജനിച്ച സൂര്യ ഇവിടുന്ന് കടത്തപ്പെട്ടതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഡെസ്റ്റിനിലേക്ക് തിരിച്ചെത്തുന്ന സൂര്യ തന്റെ അച്ഛനെയും അമ്മയും ഇവിടെ വെച്ച് കണ്ടെത്തുന്നുണ്ട്. ഇനി അവിടെയാണ് പ്രേക്ഷകർക്ക് വന്ന അടുത്ത പ്രശ്നം. ഇതിലെ സൂര്യയുടെ അമ്മ. മലയാളത്തിൽ ഇവരെ നമ്മൾ കാണാറുണ്ടല്ലോ. ഇവരുടെ ഒരു ചിരിയുണ്ട് ഈ സിനിമയിൽ. ഇവരെ മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ചിരി. ക്ലൈമാക്സിലെ ആ അട്ടഹാസ പുഞ്ചിരി പ്രേക്ഷകർ നോക്കിയുള്ള കൊഞ്ഞനം കുത്തലായി പോയി എന്നാണ് പലരും പറഞ്ഞത്. ആ ചിരി ആർക്കും അത്ര ഇഷ്ടമായില്ല അത്രേ. ശരിക്കും എനിക്ക് ഇവരുടെ കാസ്റ്റിംഗ് അത്ര ഇഷ്ടപ്പെട്ടില്ല, കൺവിൻസ് ആയതുമില്ല. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇവർ ചിരിച്ച ചിരി ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നുമില്ല. പക്ഷേ നമ്മൾ ആ സിനിമ ലയിച്ചിരുന്ന് കാണുകയാണെങ്കിൽ, ആ സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ആ സിനിമയ്ക്ക് അകത്തിരുന്നാണ് അതിൽ ആഴ്ന്നിരുന്നാണ് കണ്ടതെങ്കിൽ, അവിടെ നടന്ന ആ കൂട്ടച്ചിരിയുടെ അർത്ഥം നിങ്ങൾ കൃത്യമായി മനസ്സിലായിരിക്കണം. ഒരിക്കലും ചിരിക്കാത്ത ഒരു ആൾക്കൂട്ടം, അടിച്ചമർത്തപ്പെട്ട ആൾക്കൂട്ടം, അവരെ അടിമയാക്കി വെച്ചിരുന്നവർ അവർക്കെതിരെ നിൽക്കുമ്പോൾ അവരുടെ പൊട്ടിച്ചിരിയിൽ, അവരുടെ വിജയത്തിൽ അവരെ നോക്കി ഭയക്കുന്ന
ചിരിക്കുന്ന കണ്ണുകൾ കാണുമ്പോൾ അവരുടെ സന്തോഷവും ആഹ്ലാദവും ഫ്രീഡവും അവർ ചിരിയിൽ നിന്ന് അട്ടഹാസ ചിരിയിലേക്ക് മാറി വരുന്നത് എനിക്ക് പേഴ്സണലി കൺവിൻസ് ആയി. അതിലൊരു അധികാരത്തിന്റെ പവറിന്റെ ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളപ്പോഴും എവിടെയൊക്കെയോ പാളിപ്പോയ സിനിമയാണ് റെട്രോ. നോക്കൂ സുഹൃത്തുക്കളെ, റെട്രോ ഈസ് നോട്ട് എ ബാഡ് മൂവി ബട്ട് എ ഗുഡ് മൂവി. ഇറ്റ് ഈസ് എ ഡീസന്റ് വാച്ച്. ഇതൊരു മോശം സിനിമയെ ഒരിക്കലും കണക്കാക്കാൻ സാധിക്കില്ല. പല റിവ്യൂസും പറഞ്ഞതും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിനെ മാസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വിജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. വരട്ടെ. Thanks. Love you.